ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ സംഘടന കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് ഇവിടെ ഒരു അന്തിമ യുദ്ധം ഉണ്ടാവും. ഇന്നലെ രാത്രി ഒരു ഭാഗം ഞാൻ പറഞ്ഞു, തൊട്ടുപക്ക ഈ യുദ്ധം ഉടനെ തീരത്തില്ല. ഞാനും വിചാരിച്ചു ഞായറാഴ്ച തീരുമെന്ന്. പക്ഷേ ഇറാൻ കടുപ്പിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു അജണ്ട. ദൈവമക്കൾ ഇത് ലൈവ് പോകുന്നത് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഇറാന്റെ പിന്നിൽ രണ്ടുപേരുണ്ട്, റഷ്യയും ചൈനയും. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പശ്ചിമേഷ്യ, ലോകത്തിന്റെ മധ്യപകുതിയായ ഗൾഫ് രാജ്യത്ത് നിന്ന് അമേരിക്കയെ തുടച്ചു മാറ്റണം. ഇന്ന് രാവിലെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇത്രയും ആക്യുറേറ്റായിട്ട് ഈ ഗൾഫിലെ എണ്ണപ്പാടത്തും മിലിറ്ററി ക്യാമ്പിലും എയർപോർട്ടിലും ഈ ഇറാൻ എങ്ങനെ കൊണ്ടടിക്കുന്നെന്ന് അദ്ദേഹം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. പാസ്റ്ററെ വിളിച്ചു പറയണം, ഇതെല്ലാം ചോർത്തി കൊടുക്കുന്നത് റഷ്യ. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ടാണ് ഇത്ര ആക്യുറേറ്റായിട്ട്. പണ്ട് നമ്മുടെ മിസൈൽ വിട്ട കോവളത്തും വേളിയിലും വീഴുന്നത് പോലെ ഇന്ന് ഇറാൻ വിട്ട എയർപോർട്ട് വീണും പാം ജുമൈറ വീണും ബർദുബായ് വീഴും, എല്ലാം നല്ല എണ്ണപ്പാടങ്ങളിൽ വീഴുന്നു. പിന്നിൽ റഷ്യക്ക് ഇതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. അമേരിക്ക ഈ പട്ടണത്തിൽ നിന്ന് മാറ്റണം. റഷ്യ അറബ് ലീഗിൻ്റെ മേധാവിയായി തീരണം. ഇന്നലെ ഞാൻ പറഞ്ഞു എസക്കേൽ 38:7 റഷ്യ നീ അവർക്ക് മേധാവിയാകും. ഇപ്പം അറബ് ലോകത്ത് കലാപം തുടങ്ങി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞു ഇനി വരുന്നത് ചാവേർ ആക്രമണം. ഇന്നലെ നമ്മുടെ യോഗം കഴിഞ്ഞു, ജോസഫ് ആശീർവാദം കഴിഞ്ഞു. പക്ഷേ അമേരിക്കയിലെ യഹൂദൻ്റെ പള്ളിയിൽ ഇന്നലെ കൂട്ടവെടിവെപ്പ്, എല്ലാം കൂടെ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. മനസ്സിലാകുന്നവർക്കായി ബാക്കി കൂടെ കേട്ടാട്ടെ. ഇന്നലെ അമേരിക്കയിൽ ഒരു ലെബനോൻകാരൻ കാർ ഓടിച്ച് ജനത്തിൻ്റെ ഇടയിൽ കയറ്റി. എത്ര പേര് മരിച്ചെന്നറിയത്തില്ല. ലോക രാജ്യങ്ങളിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത് ചാവേർ ആക്രമണം. ഈ ചാവേർ ആക്രമണം നടക്കുമ്പോൾ ഗൾഫിലെ ഷേഖ്മാർക്കെതിരെ ജനം ഇളകും. മനസ്സിലാകുന്നവർക്കായി അവർ ഭരണകൂടങ്ങൾ തകരും. വരുന്ന ഭരണകൂടം ആരായിരിക്കും? ഏതാ? റഷ്യയ്ക്ക് സൈഡുള്ള ഭരണകൂടം. ഇന്ന് രാത്രി കുഴഞ്ഞു പോയി ചക്ക കുഴയുന്നോള് എല്ലാവരും വിചാരിച്ചു, അമേരിക്ക വിചാരിച്ചു 6 ദിവസം കൊണ്ട് അടിച്ചൊടുക്കി മടക്കി കൊണ്ടുപോകുന്നു. സ്വോത്രം. അച്ചായ അമ്മാമേ, ഇറാൻ ചെറിയ രാജ്യമൊന്നുമല്ല. അവന് 10 കോടി പേരുണ്ട്, 2000 കിലോമീറ്റർ മലയുണ്ടെന്ന്. സ്വോത്രം. കുരിശുമല, പന്നിമല, കാളിമല പോലെ 2000 കിലോമീറ്റർ കിടക്കുക. സ്വോത്രം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാൻകാർ നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. 2 കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. മിസൈലെല്ലാം ഗ്രാനൈറ്റിൻ്റെ കീഴിൽ വെച്ചേക്കുക. നമ്മുടെ സെപ്റ്റിക് ടാങ്ക് തുറക്കുന്ന പോലെ ഇടയ്ക്കൊന്ന് പൊക്കും, അടയ്ക്ക് ഒറ്റപിടിയിൽ. മനസ്സിലാകുന്നവർക്കായി ഗ്രാനൈറ്റിൻ്റെ കീഴിലൊന്ന് പ്ലെയിൻ ഇറങ്ങി ചെല്ലത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കാര്യം. അമേരിക്കയ്ക്ക് ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. ഇന്ന് രാത്രി ലൈവ് കേൾക്കുന്നവർ, റഷ്യ തകർന്നപ്പോൾ, പാസ്റ്റർമാരെല്ലാം കേട്ടാട്ട്, റഷ്യ തകർന്നപ്പോൾ റഷ്യയിലെ പല എഞ്ചിനീയർമാരെ, ശാസ്ത്രജ്ഞന്മാർ ഈ ഇറാൻ വിലക്കെടുത്തു. മനസ്സിലാകുന്നവർക്ക് ഇസ്രയേൽ 40 ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുമ്പം ഇറാൻ വീണ്ടും 40 ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരും. ലോകത്തിലെ നല്ല ശാസ്ത്രജ്ഞന്മാർ, ആണവ ആറ്റമായുധങ്ങളുള്ളതല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അതുകൊണ്ടല്ലേ പറഞ്ഞ് സൗദിക്കാരൻ പറയും ഇറാനെ അടിക്കുമെന്ന്, ദുബായ്ക്കാരൻ പറയും ഇറാനെ അടിക്കുമെന്ന്. അപ്പം ഇറാൻ പറഞ്ഞെന്തോന്നറിയോ? പിന്നെ നീ കാണത്തില്ലെന്ന്, ഞാൻ ആണവായുധം അടിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് അറബി കട്ടവെള്ളം കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അന്ത്യക്കാലം. ഇത് ഒറ്റ കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. റഷ്യ മഹാരാജ്യം തകർന്നപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാരെ ഇറാൻ കൊണ്ടുവന്നു. അന്ന് തൊട്ടാ ഇറാൻ ഈ ആണവായുധം ഉണ്ടാക്കുന്നത്. അവൻ ചെറിയ പുള്ളിയൊന്നുമല്ല. അവൻ 10 വർഷം ഈ അടിച്ചാമ്പോർക്ക് അറിയത്തില്ല, 10 വർഷം ഇറാനും ഇറാഖൂടെ വോളിബോളും ഫുട്ബോളും കളിച്ചതാ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അവനെ അടിച്ചൊന്നും തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ കണക്കാണ്. നമുക്ക് ഇന്ത്യയിൽ ഒരു യുദ്ധം ഉണ്ടായി ചിലപ്പോൾ മരുന്നേ കിട്ടാതുള്ളൂ, ഗ്യാസൊക്കെ പ്രസംഗിക്കാൻ കിട്ടാതുള്ളൂ. പക്ഷേ നമുക്ക് തിന്നാൻ അരിയുണ്ട്, ഗോതമ്പുണ്ട്, പലവ്യഞ്ജനമുണ്ട്, മുരിങ്ങയ്ക്കുണ്ട്, ചീരയുണ്ട്, കൂമ്പുണ്ട്, തോരനുണ്ട്. സന്തോഷമില്ലല്ലോ. ഇറാനകത്തുമുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, അരിയുണ്ട്, സവാളയുണ്ട്, അമരയ്ക്കുണ്ട്, മുരിങ്ങയ്ക്കുണ്ട്. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അവന് കിണറുമുണ്ട്, അതുകൊണ്ട് അവൻ തീർക്കത്തില്ല. ഇതിൻ്റെ പിൻപിൽ റഷ്യയുടെ അജണ്ടയാണ്. റഷ്യയും ചൈനയും നേരിട്ട് ഇടപെടത്തില്ല. 2 ചേട്ടന്മാർ തങ്ങളിലടിക്കുമ്പോൾ നമ്മൾ പുറകെ കൂടെ കൊണ്ട് ചെന്ന് പൈസ കൊടുക്കും, തൂത്ത് പറക്കി അടിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുപോലെ ഇതടിക്കുക. ഇതൊരു അന്ത്യകാലമാണ്. അങ്ങനെയെങ്കിൽ റഷ്യ അറബ് രാജ്യങ്ങൾക്ക് മേധാവിയായി തീരും. ഒരു 3-4 ലോകമഹായുദ്ധം ഇപ്പം നടക്കൂ. പലരും ചോദിക്കുന്ന ഇതേ ഉള്ളൂ, ഇപ്പം അടി നടക്കുമോ? അയ്യോ, ഇപ്പം ഇവിടെ മൈലച്ചൽ ചുടലിയിലുള്ളവരാരും ഇത് കേൾക്കരുത്. അടി നടക്കണമെങ്കിൽ ഒരു കാര്യം നടക്കണം. മത്തായി സുവിശേഷം യേശുക്രിസ്തു പറഞ്ഞു, മത്തായി 24 ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. നോർത്ത് ഇന്ത്യ में जाएगा 5000 गाँव में किसी को पता नहीं कौन परमेश्वर. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നാളെ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ ഒരു ഗ്രാമത്തിൽ ചോദിച്ചു യേശുവിനെ അറിയുന്നത്. അപ്പോൾ അവൻ ചോദിക്കുക ആരാ യേശു എന്ന്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പോൾ 5000 ഗ്രാമം ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല. വരാൻ പറ്റുമോ? വരത്തില്ല. രണ്ടാമത്തെ കാര്യം ഏറ്റവും നിർണായകമാണ്. റോമാലേഖനം 11:25 ഇപ്പോൾ നടക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോള് ഇസ്രയേൽ അംശമായ കാഠിന്യം ഉണ്ടാവും. സ്വോത്രം.
സ്വതന്ത്രാനന്തര ഇസ്രായേൽ അവർ നിർഭയമായി വസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ പ്രൈസ്തലോടല്ല സൈറൺ കേട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. മൂന്നാമത്തെ കാര്യം കർത്താവ് വരണമെങ്കിൽ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പത്രോസ് പറഞ്ഞു? ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുമ്പോൾ സ്വല്പം കൂടി താമസിക്കുന്നത് ചിലരും കൂടി മാനസാന്തരപ്പെട്ട് ഈ രക്ഷയിലേക്ക് കടന്നു വരണം. ദീർഘക്ഷമ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ ഓൺലൈനിൽ കാണുന്നവർ വീടും കാറും വിൽക്കാൻ നിൽക്കല്ലേ, ഓയിലക്സാർ അടിച്ചുകൊണ്ട് പോകാനും നിൽക്കുക. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. അതാ ഇന്നലെ ഞാൻ പറഞ്ഞ് കാരക്കോണം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നവൻ്റെ കാലൊടിഞ്ഞു. ഡോക്ടർ പറയും നീര് മാറട്ട്, പിന്നെ കമ്പി ഇടാം. മനസ്സിലാകുന്നവർക്കായി കമ്പി ഇടാൻ സമയമുണ്ട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം വരാൻ പോകുന്നത് ദൈവസഭ എടുക്കപ്പെട്ടാൽ അത് കഴിയുമ്പോൾ ലോകം ഒരുവൻ ഭരിക്കണം. 4 കാലങ്ങൾ ബൈബിളിൽ. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യനിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ബൈബിൾ തിരിച്ചു വരുന്നു. മത്തായി 24, 3, 4, 5 ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം. യേശു പറഞ്ഞു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരുവന്റെ കയ്യിൽ ഭരണം വരണം. എല്ലാവരും കേൾക്കണം. ഒരുവന്റെ കയ്യിൽ ഭരണം വരുമോ? വെളിപ്പാടിലേക്ക് പോകുന്നു. 2023 കേട്ടോ. നിർമ്മല സീതാരാമൻ, ഇന്ത്യയുടെ ധനമന്ത്രി, G20 ഉച്ചകോടി നടക്കുമ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞു ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുത്താൽ നന്നായിരുന്നു. സന്തോഷമില്ലല്ലോ. ആഹാരം കിട്ടും, വെള്ളം കിട്ടും, എല്ലാം ഒരുവൻ. 2024 അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി. മോഡി സാർ അവിടെ ചെന്ന് ചാനലുകാരെല്ലാം കൂടെ അവിടെ നിന്നു. മോഡി സാറിനോട് ചോദിച്ചു ഇതറാക്കെ കച്ച ബാത് ബതാനാ ചായേ. മോഡി സാർ പറഞ്ഞു വീട് വരും കാർ വരും എന്നല്ല. ഭായിയോ ബഹനോ ഏക് ആദ്മി കുർസി മേ ബൈഠേഗ അപ്പനാ ദുനിയ ബർക്കത്ത് ഓർ ശാന്തി സമാധാൻ മില്ലേഗ. ഒരുത്തൻ കസേര ഇരുന്ന ശാന്തി സമാനം കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മൂന്നാമത്തെ കാര്യം ഏറ്റവും നിർണായകമായി 2025 2024 ഒരു ഉച്ചകോടി നടന്നു. ബ്രിക്സ് ഉച്ചകോടി. അതിനകത്ത് ഇന്ത്യയും ക്ഷണിച്ചു. എവിടെ വെച്ചാണെന്നറിയാമോ? നമ്മുടെ ഇവിടെ വെച്ച്, റഷ്യയിൽ വെച്ച്. ഇവിടെ വെച്ച് റഷ്യയിൽ 3 ചേട്ടന്മാർ ഒരുമിച്ചു. ആരൊക്കെയാണെന്നറിയാമോ? അവന്മാരായി മാഗോഗ്, കൊറിയ, ചൈന, റഷ്യ. അതിൻ്റെ ഇടയ്ക്ക് മോഡി സാർ ഒന്ന് കൈ കാണിച്ചു. ആവശ്യമില്ലാത്തടത്ത് കൈ കാണിക്കരുത്. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ കൈ കാണിച്ചത് അമേരിക്കക്കാരുമായിട്ട് കലാപം ഉണ്ടായത്. സ്വോത്രം. അന്നേരം ടാക്സ് എല്ലാം കൂട്ടിയത്. അവർ പറഞ്ഞു ലോകം ഒരുവൻ്റെ കൊടുക്കാം, ഒരു കറൻസിയിലേക്ക് പോകാം, ഡോളറിനെ തീർക്കാം, ക്രിപ്റ്റോ കറൻസി. അന്ന് തൊട്ടായി സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നത് ഡോളറിനെ തകർക്കാനാണ്. ഇതെല്ലാം അന്ത്യകാല സംഭവം. 2025 കഴിഞ്ഞ വർഷം ജനുവരി, എല്ലാവരും കേട്ടാട്ടെ, UN നേതൃത്വത്തിൽ സ്വിറ്റ്സർലൻഡിൽ 120 രാജ്യങ്ങൾ കൂടി. അവർ പറഞ്ഞു ഒരു ഗവൺമെൻറ്, ഒരു പാസ്പോർട്ട്, ഒരു ഭരണാധികാരി. അതിന് മലയാളങ്ങൾ വിളിച്ചു അതിരുകളില്ലാത്ത ലോകം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏകലോക മതം വരാൻ പോകുന്നു. അതിനാസ്പദമായി ഇന്ന് രാത്രി കഴിഞ്ഞ ജനുവരി ചാണ്ടി ഉമ്മൻ, പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ, ശിവഗിരി മഠാധിപതി എല്ലാം കൂടെ എവിടെ പോയി? നമ്മുടെ വത്തിക്കാനിൽ പോയി. ഇനി ചാത്തന്നൂർ ഇവിടെ വന്നില്ലെങ്കിലും എഴുതി വെച്ചോ. നമ്മുടെ പെരുമ്പഴുതൂരല്ല, ചെമ്പടന്തിയിലല്ല, വർക്കലയല്ല, ആലുവ ശിവഗിരി മഠത്തിൽ വരാൻ പോകുന്ന സർവമത പ്രാർത്ഥനാ കേന്ദ്രം. ഒരു ഗവൺമെന്റ്, ഒരു ഭരണം, ഒരു കറൻസി, ഒരു പാസ്പോർട്ട്, ഒരു മൈക്രോ ചിപ്പ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ അത്തി തളിർത്തു കൊമ്പിളതായി. ഇതെല്ലാം കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരാറായി. അവൻ ആദ്യം വന്നാൽ 1 ഇസ്രായേൽ പലസ്തീൻ സംഘടനം അവസാനിപ്പിക്കും, യഹൂദന് വേണ്ടി ആലയം പണിയും. ഇനി അവൻ വന്നാൽ ഇവിടുത്തെ ഭരണക്രമം മാറുമോ? വായിച്ചു തുടങ്ങുന്നു. വെളിപ്പാട് 6, 3, 4. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. മോൻ വായിച്ചാട്ടെ. ദൈവസഭ എടുക്കപ്പെട്ടാൽ 2ാം മുദ്ര. 17 കാര്യങ്ങൾ ഇവിടെ നടക്കും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. ഇന്നലെ ഒരു കാര്യം പറഞ്ഞോളൂ, ഇന്ന് 2 കാര്യം കൂടെ പറയാൻ. ഇനി 14 കാര്യം കൂടെ ബാക്കിയുണ്ട്. അത് ഓരോ സ്ഥലത്തും വരും. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും എല്ലാം പറയാൻ പറ്റത്തില്ല. അതാ ഞാൻ തെള്ളിക്കുഴിയെ 2 പറഞ്ഞു, 2 ഇവിടെയും കൂടെ പറയാം, 4. ബാക്കി പിന്നെ അങ്ങോട്ട് വരുന്ന സ്ഥലങ്ങൾ വായിക്കാം. വെളിപ്പാട് 6, 3, 4. മോൻ വായിച്ചാട്ടെ. അവൻ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1ാം മുദ്ര വെള്ളക്കുതിര, അടുത്ത 2ാം മുദ്ര. വായിച്ചാ. വരിക എന്ന് 2ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ വായിക്കാം. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഈ കുതിര എന്ന് പറയുന്നത് മനുഷ്യനെ അല്ല. എതിർ ക്രിസ്തു ഉലകത്തെ ഭരിക്കാൻ വരുമ്പോൾ അതിന്റെ ശക്തികളെ കാണിക്കുക. വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി, ചുവന്ന കുതിര മനുഷ്യനെ കൊല്ലുന്ന പുറമോടി. വായിച്ചാട്ട് അടുത്ത വാക്ക് വായിക്കാം. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അവിടെ മോൻ ഫുൾ സ്റ്റോപ്പ് ഇടണം, വാക്യം മാറ്റരുത്. ഞാൻ തിരിച്ചു പറയുമ്പോൾ മർക്കോസ് 13:12 വരണം. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ട അധികാരം ലഭിച്ചു. മനുഷ്യൻ
മനുഷ്യൻ അന്യോന്യം കൊല്ലുമോ മക്കളെ? നല്ല കാലം പോയി. മുഖ്യമന്ത്രിയെ കുറ്റം പറയത്, പോലീസ് മേധാവികളൊക്കെ അറിയത്, സിസ്റ്റം മാറി. അധർമ്മത്തിന്റെ മർമ്മം. ആരാരെ കൊല്ലും? തിരുവനന്തപുരം എടുത്താൽ മതി. ആരാണ് നമ്മുടെ മലയങ്കാരൻ ദിബു JCB മേടിക്കാൻ പോയപ്പോൾ പാറശാല വെച്ച് കൂട്ടുകാരൻ അമ്പിളി, ആരാ ചൂടമ്പാലക്കാരൻ പച്ചയ്ക്ക് കടുത്തറത്തു. പാറശാല അയങ്കാമത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കണ്ടത്. 1 2 സിറ്റി ലോഡ്ജിൽ രാവിലെ ഇരുന്ന ചെറുപ്പക്കാരൻ നെടുമണ്ടങ്ങാട്ടുകാരൻ വന്ന് 36 വെട്ടുപെട്ടി അവനെ തീർത്തു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കൊടിയിൽ ടൂറിസ്റ്റ് പോ. ഇന്ന് രാത്രി അവിടെ താഴെ ചെന്ന് ഞാൻ ചായ കുടിച്ചിട്ടാണ് വണ്ടി കയറുന്നത്. ഒരു രാവിലെ ഞായറാഴ്ച ഒരു പയ്യൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ പ്രസംഗം കേട്ടത് ശരിയായി. ഞാൻ ചോദിച്ചെന്താ? കൊടിയിൽ ടൂറിസ്റ്റ് പോ. ഒരു പെൺകുട്ടിയുടെ കഴുത്ത് ആടിൻ്റെ തലയിറക്കുന്നത് പോലെ ഒരുവൻ അറുത്ത് മാറ്റി. തീർന്നില്ല. അമ്മമാർ കേട്ടോ, നമ്മുടെ ബാലരാമപുരം ദേവനന്ദ വന്ന് 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് ഉച്ചക്കട ബാലരാമ റോഡിൽ അമ്മച്ചി അടുത്ത് കിണറ്റിനകത്തിട്ട് കൊന്നു. ആരാരെ കൊല്ലും? അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തൊട്ടടുത്ത് നെയ്യാറ്റിങ്കര 1 വയസ്സുള്ള പിഞ്ചുമോൻ്റെ നെഞ്ചിനകത്ത് അപ്പൻ ഒറ്റ ചവിട്ട് കൊടുത്ത് അവനെയും കൊന്നു കളഞ്ഞു. മനുഷ്യൻ അന്യോന്യം കൊല്ലുക. വെള്ളറുടെ 5 മരക്കാല CSIയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആറാട്ടുകൂടി ചേട്ടൻ അനിയനെ കുത്തിക്കൊന്നു സ്വത്തിന് വേണ്ടി. ലോകം എവിടം വരെ എത്തി? ഇതെല്ലാം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. അടുത്ത കാര്യങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ദാ കിടക്കുന്നു JS പെന്തക്കോസ്ത് ദൈവസഭ 5 മരങ്കാല. അവിടെ എൻ്റെ മുമ്പിലിരുന്ന് പ്രസംഗം കേട്ട ഭാഷ എവിടെ ഇരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ജോസേട്ടൻ. ജോസേട്ടൻ്റെ മോൻ പ്രജിൻ. പ്രജ് അവൻ ആരായിരുന്നു? ചൈനയിൽ MBBS പഠിക്കാൻ പോയതാ. പല പ്രാവശ്യം അപ്പനെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അവസാനം എന്ത് ചെയ്തു? അപ്പനെ 28 കുത്താമ്മയെ കുത്തിയത്. ആ പിച്ചാത്തിയുമായിട്ട് നേരെ വെള്ളറുടെ സ്റ്റേഷനിൽ ചെന്നു. വെള്ളറുടെ സിയുടെ മുമ്പിൽ വെച്ചു പറഞ്ഞു, എൻ്റെ പപ്പായെ 28 കുത്തിയെന്ന്. മനസ്സിലാകുന്നത്? പുള്ളി വിറച്ചു പോയി. സ്വത്ര സംഭവിച്ചത് ഇവിടെ വെള്ളറുടെ 5 മരക്കാലം നടന്നത് എൻ്റെ മുമ്പിലിരുന്ന് പ്രസംഗം കേട്ട ജോസേട്ടനെ തീർത്ത് കളഞ്ഞു. മനസ്സിലാകുന്നവർക്കായി അന്ത്യകാലം ഇതെല്ലാം ലോകത്തിൽ നടക്കുക. ബൈബിളിനകത്തുണ്ട്. ഒരുവൻ വരുന്നതിന് മുമ്പ് സിസ്റ്റം മാറ്റും. വായിക്കാം മർക്കോസ് 13:12. ആരാരെ കൊല്ലും? ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. വായിക്കുമനെ മർക്കോസ് 13:12 വായിച്ചാട്ടെ. സഹോദരനെ ഇത് നാളെ സംഭവിക്കും. ഒരു ഗവൺമെന്റിനെയും ദൈവദാസന്മാരെയും കുറ്റം പറയുന്നത്. ഇതെല്ലാം അന്ത്യകാല സംഭവം. സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മേപ്പൂക്കട മലയെ കീഴ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുടിച്ചിട്ട് വന്ന അപ്പൻ രാത്രി വടക്കുണ്ടാക്കി മോൻ ഒറ്റ കുത്തു മേപ്പൂക്കട. ഇതെല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഇവിടെ കണ്ടു. വേറെ ഞാൻ പോകുന്നില്ല. ഇതെല്ലാം തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങൾ. അടുത്തത് വായിക്കാം. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. കിടക്കുന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് MDMA MA അല്ല, ഇന്ന് കേരളത്തിൽ MDMA. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. എല്ലാവർക്കും പണ്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കും നിന്റെ ബിരുദം എന്തുവാ? MA B.Ed അല്ലെ BA.MA. അത് മാറി ഇന്ന് MDMA. സന്തോഷമില്ലല്ലോ സ്വോത്ര. അതിനകത്ത് സ്ത്രീകൾ ഇപ്പം ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്തുന്നവർ. സന്തോഷമില്ലല്ലോ. ഇന്നാള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചൊരു പെങ്കൊച്ചിനെ പിടിച്ച് പറക്കൂട്ടുകാരി സുന്ദരി പെണ്ണ് സൂര്യ. അപ്പം പോലീസ് ചോദിക്കുക, നീ 8 കോടി കടത്തിയല്ല എൻ്റെ കുഞ്ഞുമോളെ എന്ന്. സന്തോഷമില്ലല്ലോ. പയ്യന്മാർ 1 കോടി, പെണ്ണ് 8 കോടി. സന്തോഷമില്ലല്ലോ സ്വോത്ര. അന്ത്യകാലം മനസ്സിലാക്കുന്നവർക്കായി ഇതെല്ലാം അന്ത്യകാലത്ത് വരും. അപ്പനെ അമ്മയും കൊല്ലോ. അത് കഴിഞ്ഞിട്ട് അമ്മയെ കൊല്ലുമോ? എവിടാ? കോഴിക്കോട് താമരശ്ശേരി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അത്താഴം വിളമ്പി വെച്ച ഉമ്മ പൈസ കൊടുത്തില്ല. അവിടെ ഇരുന്ന് ചട്ടി എടുത്ത് അടിച്ചു വന്നു. സ്റ്റീൽ ചട്ടി. 2 തൃശ്ശൂരിൽ രാത്രി അത്താഴം വിളമ്പി അമ്മ വെച്ചിരുന്നു. അമ്മേനെയും കൊന്നു കളഞ്ഞു. എറണാകുളത്ത് രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പയ്യൻ വന്നു പൈസ ചോദിച്ചു. അമ്മയുടെ മൊബൈൽ എടുത്ത് കരച്ചട്ടിയിട്ട് വറുത്തു. അവസാനം അമ്മയെ ഫ്ലാറ്റിട്ട് കുത്തിക്കൊന്നുപോയി. എവിടം വരാ കേരളം? എവിടം വരായി? മനസ്സിലാക്കണം ഇതെല്ലാം. കളമശ്ശേരിയിൽ 9 മാസം 9 ദിവസം 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച നല്ലൊരു ആൺകുഞ്ഞ്, 1 വയസ്സുള്ളൊരു കുഞ്ഞ്. ആ മോളെടുത്തിരിക്കുന്ന ഒരു ആൺകുഞ്ഞ്. അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. വേറൊരു പയ്യൻ വന്നു. അവനൊരു ടോർപ്പിട വെച്ച് കുഞ്ഞുങ്ങൾ കേട്ടാട്ട്. എന്താ ടോർപ്പിട വെച്ചിട്ട് പറഞ്ഞെന്നറിയോ? ഈ കുഞ്ഞിനെ കൊന്നാൽ നിന്നെ എൻ്റെ ഭാര്യയാക്കാം. അവള് പെറ്റ കുഞ്ഞിൻ്റെ മുഖം മറന്നച്ചയ. അവള് കഥകിൻ്റെ കീഴി 1 വയസ്സുകാരനെ കേട്ട് ഞാൻ ഞെരുക്കി കുഞ്ഞ് നിലവിളിച്ചു. കൊന്നുകളഞ്ഞു. എന്നിട്ട് കളമശ്ശേരി ആശുപത്രി ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞ് കഥവിൻ്റെ കീഴി കയറിയെന്ന്. ഡോക്ടർമാരെന്താ പൊട്ടന്മാരാതോ? ഇട്ടുകൊടുത്തു. പോലീസിനെ വിളിച്ച് 2 ഭാഗത്ത് 1 മാസം ആ ബോഡി വെച്ചിരുന്നു. ആദ്യത്തെ ഭർത്താവിൻ്റെ നമ്പർ മൊബൈലിൽ കൊടുത്തു, കിട്ടിയില്ല. എന്നിട്ട് അവർ പല ദിവസം പത്രത്തിൽ കൊടുത്തു. അവസാനം ആശുപത്രിക്കാർ കളമശ്ശേരി അടക്കാൻ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കേൾക്കണം എല്ലാവരും. കൊച്ചി പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ 8000 രൂപയുടെ ഒരു തേക്കിൻ്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അടക്കണ്ട, ഞാനടക്കാം. 1 വയസ്സുള്ള സൂര്യനെ പോലെ മുഖമുള്ള കുഞ്ഞ്, 3 സ്റ്റിക്കർ മകനെ വിടാ. എന്നിട്ട് നല്ല പൂവും കെട്ടി ഒരു പോലീസ് ഓഫീസർ ഒരു കുഞ്ഞിനെ അടക്കിയ കാഴ്ച കേരളം. ബൈബിൾ ശരിയായോ മാമേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ കേരളം. ബാക്കിയൂടെ കേട്ടാട്ട്. ഇത് തിരുവനന്തപുരത്തുകാർ കേട്ടോ. 2ാമത്തെ കാര്യം, കൊച്ചി കലൂർ ചർച്ചക്കൂടിൻ്റെ കൺവെൻഷൻ ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഭാര്യയും ഭർത്താവും വഴക്കൂടി. അദ്ദേഹം എന്തോ പറഞ്ഞിറങ്ങിപ്പോയി. ഈ മോൾ എന്താ ചെയ്തത്? 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തങ്ങ് ഞെരിച്ച്. എന്നിട്ട്
ഈ ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ വന്ന കവറിനകത്ത് ചുറ്റിക്കെട്ടി കൊച്ചിയിലോടുന്ന വണ്ടിയുടെ മുമ്പിൽ അങ്ങ് ഇട്ട് കൊടുത്തു. പച്ച വണ്ടിയുടെ മുൻപിൽ. കേരളം തീർന്നില്ല, ബാക്കിയൂടെ പറഞ്ഞുതരാം. അരുമാനൂർ അവിടെ CSIയിലെ ഞാൻ ഏറ്റവും കാലങ്ങൾ പ്രസംഗിച്ചതാ. പൂവാർ പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ നാളുകളിൽ ഒരു ദിവസം ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്ന് പറയാം, കർത്താവ് വരാറായെന്ന്. ഞാൻ ചോദിച്ചു, സാറേ ദർശനം വല്ലതും കിട്ടിയെന്ന്. അപ്പോൾ അവർ പറയുമോ, പൂവാറിലൊരു സംഭവം നടന്നു. 9 മാസവും 9 ദിവസവും 9 വിനാടിയെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പൂവാർ 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കാശാക്കി മാതാപിതാക്കൾ. എവിടം വരായി കേരളം, എവിടം വരായി? കാലം തീരാറായി. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അടുത്ത വാക്ക് വായിച്ചട്ടെ. അപ്പൻ മക്കളെയും കൊല്ലും. അടുത്ത വാക്ക് വായിച്ചട്ടെ മക്കളെ. കഴിയുമെങ്കിൽ വായിച്ചോ. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങൾ പകയ്ക്കും. ഇതാ കിടക്കുന്ന ദൈവനാമം ദൂഷിക്കപ്പെടുന്ന ഒരു കാലം. കൊലപാതകങ്ങൾ ദൈവഗ്രഹത്തിലും ദൈവസഭയിലും എല്ലാം വരുന്ന ഒരു കാലം. ഇത് കണ്ടിട്ട് പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പെന്തിക്കോസുകാർക്കെല്ലാം എടുക്കാം. ഈ പ്രസംഗമാ നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശൻ എവിടെയോ കൺവെൻഷന് പ്രസംഗിച്ചത്. VD സതീശൻ ബൈബിൾ കോളേജിൽ പോയിട്ടല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന പുള്ളി നമ്മുടെ പ്രസംഗം കേട്ടു ഈ വാക്യം എഴുതി കൊടുത്ത് എവിടെയോ കൺവെൻഷന് പുള്ളി ഇത് പറഞ്ഞു. VD സതീശന്റെ പ്രൈവറ്റിലിരിക്കുന്ന പുള്ളിക്കാരൻ എൻ്റെ പ്രസംഗം കേട്ടിട്ട് എഴുതി കൊടുത്ത വാക്യമാ ഒരിടത്ത് പ്രസംഗിച്ചു. ഇന്ന് VD സതീശൻ കുമ്മനാട്ട് പറഞ്ഞ കഥയും കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി തീരും. വായിക്കാം FAC ലേഖനം 5:15-16. VD സതീശൻ ഏതോ കൺവെൻഷൻ നെയ്യാറിലോ മറ്റോ ബന്ധപ്പെടങ്ങാണ്ട് ഈ ക്യാമ്പിന് വായിച്ച വാക്യ. വായിച്ചിട്ട് കുഞ്ഞ് ഇവിടെ അജ്ഞാനികളായിട്ട് വായിച്ചു. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ബാക്കി VD ചേട്ടൻ പറഞ്ഞു, വായിച്ചട്ടെ. ഇത് ദുഷ്കാലമാകയാൽ. ഇതാ VD സതീശൻ നെയ്യാറിലാന്ന് തോന്നുന്നു പറഞ്ഞത്. ഇത് ദുഷ്കാലമാകയാ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. കരമുയരുന്നില്ലല്ലോ അമ്മാമ, ഇത് ദുഷ്കാലമാകയാ. ഇന്ന് രാത്രി നാട്ടുകാരോട് വീട്ടുകാരോട് ഞാൻ പറയാനുള്ളത്, മൈലച്ചൽ ഒരമ്മാമ നല്ല കോഴി ഉണ്ടായിരുന്നു. കോഴി ഇപ്പൊ എവിടെ കയറി മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങി. അമ്മാമ അകത്ത് പിച്ചാത്തി എടുത്തില്ല. എന്താ അരകല്ലിരുന്ന പിച്ചാത്തി ഗ്രില്ലെ കൂടെ ഒറ്റയേറി. അങ്ങനെയെങ്കിൽ നാടൻ മലയാളം കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മാമ ഇനി വെച്ചേക്കത്തില്ല. അതുപോലെ ഇന്നുള്ള ആകാശവും ഭൂമി ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരിക എന്ന് ഞാനൊരു ശബ്ദം, ചുവന്ന കുതിരയെ ഞാൻ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണ സമാധാനം എടുത്തു കളയേണ്ട ഒരു അധികാരം. മോൻ തിരിച്ചു വന്നാട്ടെ. വെളിപ്പാട് 6:3-4. ഇതാണ് പ്രസംഗം. വെളിപ്പാട് 6:3 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 6:3-4. മോൻ തിരിച്ചു അപ്പോൾ ചുവന്നതായ, എല്ലാവരും ബൈബിൾ എടുത്താട്ടെ, ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അടുത്തതാ പ്രസംഗം വായിക്കാം. ഒരു വലിയ വാളും അവന് കിട്ടി. ഒരു വലിയ വാൾ അവന് കിട്ടി. പനച്ചുമൂട്ടി ചന്തയിൽ നിന്ന് പിടിച്ച കൊച്ചു പിച്ചാത്തിയല്ല. ഇവിടെ എല്ലാവരും ഭജനം കേൾക്കണം. ലൈവ് 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു. 2004 യൂറോപ്പ് പ്രബലമായി. അവിടുത്തെ രാജ്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇവിടെ പിടിച്ചടക്കണം. ഇതെല്ലാം ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് യൂറോപ്പ്. അതുകൊണ്ട് ഇന്ന് അമേരിക്കയുടെ ആക്രമണം വന്നപ്പോൾ യൂറോപ്പ് മിണ്ടാതിരിക്കുന്നു. ബ്രിട്ടൻ പറഞ്ഞ് ഞങ്ങൾ സഹായിക്കാൻ വരത്തില്ല, വന്നാൽ ഇവിടെ കലാപം. നാട്ടുകാർ കേൾക്കട്ടെ, ബ്രിട്ടൻ ഗൾഫിന്റെ ആക്രമണത്തിൽ പങ്കെടുത്താൽ ബ്രിട്ടനെ ചുട്ടരിക്കാൻ അവിടെ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുക. മനസ്സിലാകുന്നവർക്കായി. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ദൈവഭയമുള്ളവനാ. ഇമ്മാനുവൽ മെക്രോൺ പറഞ്ഞു, ആവശ്യമില്ലാതെ വായാടി ട്രംപെ നീ പോയി അടിച്ചിട്ട് ഞങ്ങൾ കൂടെ വരത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ, സ്വത്രം. അടുത്തത് കാനഡ മയക്കുമരുന്ന് കച്ചവടം. അവന്മാർ പറയുന്നത് ഞങ്ങളുടെ കാശില്ല. ഓസ്ട്രേലിയക്കാരനും പറഞ്ഞ് കാശില്ല. അതുകൊണ്ട് ഇരമ്യാ പ്രവചനത്തിൽ ഇസ്രായേലിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഒറ്റയ്ക്കായി. ഇന്ന് ബ്രിട്ടനില്ല, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ് ഇല്ല, കാനഡ ഇല്ല, ഓസ്ട്രേലിയ ഇല്ല. ഇതെല്ലാം അന്ത്യകാല സംഭവമെങ്കിൽ ഇനി വരാൻ പോകുന്ന യൂറോപ്പ് എഴുന്നേൽക്കാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി 10 കൊമ്പുമായി. അങ്ങനെയെങ്കിൽ യൂറോപ്പ് 2004 ഒരു സംഭവം നടത്തി. എന്താ സംഭവം? അവർ പറഞ്ഞ് നാട്ടുകാർ ആക്രമിക്കാൻ വന്നാൽ നമുക്കൊരാണവ റിയാക്ടർ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ആണവ റിയാക്ടർ 2004 അവർ കമ്മീഷൻ തുടങ്ങി. 2009 അത് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ പേരാ ഇന്ന് രാത്രി മൊബൈൽ അടിച്ചാൽ കുഞ്ഞുങ്ങൾ കിട്ടും, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. ലോകത്തിൽ അത് എവിടാന്ന് ആർക്കും അറിയത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അത് ആരെയും കാണിച്ചു കൊടുക്കത്തില്ല. കാണിച്ചു കൊടുത്താൽ പ്രശ്നമാകും. അതിൻ്റെ പ്രത്യേകത, അതിന് 4 പോർമുനകളുണ്ട്. ഒരു സമയം നമ്മുടെ ഈ കുരിശുമല മണ്ണാത്തിപ്പാറ ഇരിപ്പുപാടി ആ സ്ഥലങ്ങളിൽ ഈ കുരിശുമല പെരുന്നാൾ കിടക്കും. തമിഴ്നാട്ടിൽ നിന്ന് അരുമയാന പിള്ളേർ വരും. നല്ല അണ്ടാവ് വെക്കും. എണ്ണ എന്തോ സ്പീഡിലാണ് ചൂടാക്കുന്നത്. ഒരുത്തൻ പരിപ്പ് വട, ഒരുത്തൻ ഉഴുന്ന് വട, ഒരുത്തൻ ബോണ്ട, ഒരുത്തൻ നെയ്യപ്പം. 4 എണ്ണം ഒരേ സമയത്ത് കോരിക്കൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി ട്രേക്കകത്ത്. അതുപോലെ ഇതിനകത്ത് 4 പോർമുനകൾ. 1 തോറിയം, 2 യുറേനിയം, 3 പ്രൊട്ടക്ടീനിയം, 4 മഗ്നീഷ്യം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ എറിയുന്നത് പോലെ നല്ല ഗ്രനേഡ് ഉണ്ടാക്കാം. ഇത് എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഇതിപ്പോൾ ആരെയും കിട്ടത്തില്ല, IS-ന്റെ കിട്ടത്തില്ല. കർത്താവിൻ്റെ
വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവൻ പനച്ചുമൂട്ടി ചന്തേന്ന് കൊണ്ടുവന്നതല്ല. മോൻ വായിച്ചു, ഒരു വലിയ വാളും അവന് കിട്ടി. വലിയ വാള തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങൾ എന്താ ഭയക്കുന്നതെന്നറിയാമോ? എല്ലാം നിൽക്കുക ഹൈഡ്രജൻ ബോംബ്. എല്ലാവരും കേട്ടാട്ട്, എത്ര ബോംബുകളാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ഇരിക്കുന്നത്. ഇതിന്റെ സാമ്പിൾ തുടങ്ങിയതേ ഉള്ളൂ. ദാണ്ട ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. ഇന്ന് രാത്രി ലോകത്തിലെ ആറ്റമായുധങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് റഷ്യക്ക് 2000, അമേരിക്കയ്ക്ക് 1500 ഉണ്ടെന്ന് പറയുന്നു. കൊച്ചു രാഷ്ട്രമായി ഇസ്രയേൽ ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് ഏകദേശം 500-ൽ പരം ആറ്റമായുധമുണ്ട്. പാകിസ്ഥാന് 150 ഉണ്ട്. ഇത് ഇന്ന് കണക്ക് യൂണിയനിൽ വന്നിരിക്കുന്നത് ലോകത്തിൽ 18,000 ആറ്റമായുധം ഉണ്ടെന്ന്. മലയാളം 240 പ്രാവശ്യം നാം കാൽ ചവിട്ടിയ ഭൂമിയെ തകർക്കാനുള്ള ആറ്റമായുധം ഈ രാജ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഇതെന്താ പൊട്ടാത്തത്? എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയണം, ഇത് പൊട്ടണമെങ്കിൽ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. മനസ്സിലാകുന്നവർക്ക് ആരാവരുടെ പേര് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണാകുന്ന മായയിൽ നിന്ന് നിത്യ വീട്ടിലേക്ക് യാത്രയായതിനു ശേഷമേ ഈ ആറ്റമായുധം പൊട്ടത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? എല്ലാവരോട് ഇന്ന് രാത്രി ഞാൻ വരുന്ന കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിനടുത്ത് എൻ്റെ വീട്ടിൻ്റെ അവിടെ 8 കിലോമീറ്റർ ഉള്ള പരവൂർ. അവിടെ പൊട്ടിയത് ലിഥിയവും അല്ലേ യുറേനിയം ഒന്നുമല്ല, പൊട്ടാസ്യം നൈട്രേറ്റ്. രാത്രി ഉത്സവം കാണാൻ വന്നവരാ 138 എണ്ണം പോയത് രാത്രി. പൊട്ടാസ്യം നൈട്രേറ്റ്, കൈ വേറെ കാല് വേറെ ശരീരഭാഗങ്ങൾ വേറെ. അവരെവിടെ പോയെന്നറിയാമോ? എല്ലാം ഒപ്പിച്ചു കൊടുത്തു. അവസാനം ബാക്കി എവിടെ കൊണ്ടുപോയി? പരവൂർ കടലിൽ കൊണ്ട് കുത്തി താഴ്ത്തി. 2 இந்த பக்கத்தில் இருக்குது தமிழ்நாடு, இந்த முன்னாடியே ஸ்ரீலங்காவில் LTT இருக்குது. அவர் முதலமைச்சர் யார்? വേലുപ്പിള്ള പ്രഭാകർ. അന്ത നാൾക്കളിലെ പെരിയ യുദ്ധം ഇരിക്കുന്നത്. വേലുപ്പിള്ള പ്രഭാകരനെ മോനെ എങ്ങനെ ശ്രീലങ്ക കൊന്നത്? ക്ലസ്റ്റർ ബോംബ് എറിഞ്ഞത് ബട്ടിക്കോലാവായി. 2 അവിടെ തീർന്നു. യവന്മാർ ഡെഡ് ബോഡി തോർത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ബോക്സിനകത്ത് ടാർപ്പ് ഇടുന്നവരിട്ടു. BBC കാണിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പോർക്ക് ലിഫ്റ്റ് വന്നു. അവരുടെ അസ്ഥികൂടത്തെ ജാഫ്ന കടലിടുക്കി കൊണ്ടുപോയി കുത്തി താഴ്ത്തി റേഡിയേഷനേക്കാതെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടുകളാണ് വരാൻ പോകുന്നത്. ഇപ്പൊ തുടങ്ങിയത് സാമ്പിളാ വരാൻ പോകുന്നത്. വായിക്കുന്നു യെസക്കേൽ 39:14-15. ഇവിടെ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? ഇന്ന് ഡ്രോൺ വന്നപ്പോൾ എല്ലാം കൂടെ സൈറൻ കേൾക്കുന്നു. അപ്പൊ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ വായിച്ചാട്ട് കുഞ്ഞ്. യെസക്കേൽ പ്രവചനം 39:14-15 വായിക്കാം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. പണ്ട് ഞാനിത് പ്രസംഗിച്ചെങ്കിൽ പറഞ്ഞാൽ പാസ്റ്ററിന്റെ നട്ടുപോയെന്ന്. സ്വോത്രം. കോവിഡ് വന്നപ്പം കണ്ടില്ലേ, ചേട്ടനും ചേച്ചിയും മരിച്ചുപോയി. എവിടെ കിടന്ന്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഡെഡ് ബോഡി കാണിച്ചു, മൊബൈലിൽ കൂടെ കാണിച്ച്. 2 ചേട്ടനെയും ചേച്ചിയും കാണിച്ചു. 6 ചെറുപ്പക്കാർ എവിടെ കൊണ്ടുപോയി? മലമുകളിൽ കൊണ്ടുപോയി. ഡെയിലി വേജസ്. ചന്ദ്രനിൽ പോകുന്ന പോലെ വലിയ മാസ്ക് എല്ലാം ഇട്ടുകൊണ്ട് അടക്കി. ശവം അടക്കുന്നതിന് ഡെയിലി വേജസ്. കരം ഉയരുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ക്ലിയറായോ? നിത്യപ്രവർത്തിക്കാർ എഴുന്നേക്കും. ഇതെല്ലാം കോവിഡ് ഒരു അന്ത്യകാല സംഭവം. അടുത്തത് അടുത്ത വാക്ക് വായിച്ചട്ട് മോനെ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. നല്ല മലയാളം താഴ്മയോടെ. ഇന്നത്തെ നിങ്ങളുടെ മനോരമ ചാനൽ, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ അളകനന്ദ, അത് കഴിഞ്ഞ് 24 PP ജെയിംസ്, മീഡിയ 1, അതിനകത്ത് നിഷാദ് റാവുത്തർ. അവരോട് ഗൂഗിളിനോട് ചോദിക്കണം, റഷ്യയിലെ ശവമടക്കം ഇവിടെ ഉക്രൈനിൽ പഠിച്ച മോളിരിപ്പുണ്ട്. മനസ്സിലാകുന്നവർക്കായി കീവും ഓർക്കീവ്, മരിയാപോള്, സഫ്രേഷ്യ, ഒഡേസ, അവിടെ എല്ലാം റഷ്യക്കാർ പടപട ബോംബിട്ട് ആ ശവങ്ങൾ വഴിയരികത്ത് കിടന്നത് 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് അതിനെ എന്താക്കിയതെന്നറിയാമോ? കവറിനകത്താക്കി താഴോട്ട് തട്ടിക്കളഞ്ഞത് ഉക്രൈനിൽ. ബാക്കിയൂടെ പറഞ്ഞു തരാം. ഈ ദിവസങ്ങളിൽ ഗാസ ഇസ്രായേൽ സംഘടന നടന്നു. ഗാസായ്ക്കകത്ത് 83,000 പേരെ ഇസ്രായേൽ കൊന്നത്. ഇപ്പൊ ബിൽഡിങ്ങിന്റെ കീഴിൽ JCB വെച്ചോ നോക്കുമ്പോൾ എല്ലും കോലും പല്ലും അവിടെ കാണുന്ന ജോസഫ് പാസ്റ്ററെ. അത് 7 മാസം കഴിഞ്ഞ് ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കാകടക്കുന്നു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 7 മാസം കഴിഞ്ഞ് ശവമടക്ക്. ഇന്നത്തെ ശവമടക്കത്തിന്റെ പ്രത്യേകത എന്താ? അപ്പച്ചൻ മരിച്ചു. മനസ്സിലാക്കുന്നവർക്ക് എവിടെങ്കിലും പിന്നെ ഫ്രീസറിനകത്ത് വെക്ക്. കാറ്റാക്കടയാകട്ടെ, മമ്മൽ ഹോസ്പിറ്റലിലാവട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ടൊരു പാട്ട്, ലോകെ ഞാൻ എന്നെ ഓട്ടം തികച്ചു. സന്തോഷമില്ലല്ലോ. എന്നാണ് ഞങ്ങളുടെ ചാത്തന്നൂരിൽ ഷാപ്പി കത്തിക്കുത്തേറ്റ അച്ചായം മരിച്ചപ്പോൾ രാവിലെ റോട്ടെ കൂടെ പാട്ട, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. സന്തോഷമില്ലല്ലോ. ഷാപ്പി കത്തിക്കുത്തേറ്റ് മരിച്ച അച്ചായനെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. ക്രിസ്ത്യാനികൾ എവിടം വരെയായി? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 7 മാസം കഴിഞ്ഞ് ശവമടക്കം. ഇന്ന് രാത്രി അടുത്ത വാക്ക് ശവമടക്കം ചെയ്യുന്നവർ വായിച്ചാട്ട് മോനെ.
ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്റെ അസ്ഥി കാണും. ഇന്ന് ഗാസയെ കാണുന്ന പോലെ, ഉക്രൈനിൽ കാണുന്ന പോലെ. വായിച്ചാട്ടെ. അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. അതിനരികെ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി. ഇസ്രയേലിന്റെ യുദ്ധത്തിൽ വരുന്ന സംഭവം ഇത്. ഹാമോൻ ഗോഗ് താഴ്വര. നമ്മുടെ മലയാളം ഇവിടെ അവിടെ നെയ്യാറിന്റെ അടുത്ത് പന്ത ആടുപള്ളി അവിടെ എക്കലിനകത്ത് കൊണ്ട് മനുഷ്യന്റെ ശവം അടക്കുമെന്ന് അന്ത്യകാല റേഡിയേഷനേക്കാതെ ഇതാ ഇന്ന് ഉക്രൈനിൽ കാണുന്നത്, ഇന്നാ ഗാസയിൽ കാണുന്നത്. എല്ലും പല്ലും എടുത്ത് റേഡിയേഷനേക്കാത്ത വെള്ളത്തിനകത്ത് കുത്തിക്കതാക്ക്. ഇന്ന് രാത്രി മൈലച്ചലിൽ ചിറക്കൽ ഞങ്ങളെ കേൾക്കുന്ന അച്ചായന്മാരോടും അമ്മാമ്മമാരോട് ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, ബിഷപ്പ് വരത്തില്ല, സെൻട്രൽ പാസ് വരത്തില്ല. കർത്താവിന്റെ പറമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇവിടെ ആറ്റമായുധം പൊട്ടിയാൽ, ഇന്ന് ഗാസായിൽ ആയിരങ്ങളുടെ ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ, ഉക്രൈനകത്ത് റഷ്യരികത്തും വഴികത്ത് കിടക്കുന്നത് പോലെ ചാക്കിനകത്ത് പൊതിഞ്ഞ് നിന്റെ ശവശരീരം ഹല്ലേലൂയ നെയ്യാറിനകത്തോ അല്ലെങ്കിൽ കോവളത്തിനകത്തോ പൂവാറിനകത്തോ ശംഖുമുഖത്തിനകത്തോ കടൽ വെള്ളത്തിൽ കുത്തിത്താക്കുന്ന ഒരു കാലം വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി മൈലച്ചലിനോട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമ യേശുവിന്റെ നാമ. വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? പണ്ടത്തെ അച്ചായന്മാർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കും, ഉടനെ പോകത്തില്ല. എൻ്റെ അച്ചായ ഇന്ന് ലോകരാജ്യങ്ങൾ വിറകൊള്ളുന്നു. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ ഡെഡ് ബോഡി കത്തിച്ച് മാത്രമല്ല നദീകരികത്ത് കൊണ്ടുപോയി കുത്തിത്താക്കുന്ന കാഴ്ച. അടുത്തത് ഇവിടുത്തെ ആൾക്കാർ കേട്ടെ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റം പൊട്ടിയാൽ അതിന്റെ അവസ്ഥ. സെക്കരിയ പ്രവചനം 14:12 മോനെന്ന് വായിച്ചാട്ടെ. സെക്കരിയ പ്രവചനം 14:12 വായിക്കുക. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത എല്ലാവരും ഈ വാക്യം എടുക്കണം. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാവിത്. യഹൂദനല്ലാത്തവരെല്ലാം ചൈനയുടെ സിൽക്ക് പാത വഴി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആനാവൂരിൽ 4 ദിവസം ഉണ്ട്. അത് പ്രസംഗിക്കണേ 4 ദിവസം വേണം. അതുകൊണ്ടാണ് ഇവിടെ പ്രസംഗിക്കാതെ ഞാൻ വിട്ടുകളയുന്നത്. എല്ലാ ജാതികളെയും യഹോവ ശിക്ഷിക്കും. അടുത്ത വാക്ക് വായിക്കാം. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുങ്ങിപ്പോകും. അവിടെ ഒരു പുൾസോപ്പിടണം. ബാക്കി പറയുമ്പോഴേ വായിക്കാവൂ. എന്താ അതിന്റെ മാംസം ചീഞ്ഞെടുക്കും? അതിന്റെ പേരാ ന്യൂറൽ ഇൻഫെക്ഷൻ. ഇസ്രായേൽ കോവിഡ് കേട്ടോണം. ഇവിടെ എല്ലാവരും കേൾക്കണോ? 1993 ഇസ്രായേൽ ഒരു കാര്യം കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് എത്തനിക് ബോംബ്. എല്ലാവരും കേൾക്കണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. നമ്മുടെ ക്രിക്കറ്റ് ബാൾ പോലെ ഒരു സാധനമായി എത്തനിക് ബോംബ്. അതെവിടെങ്കിലും എറിഞ്ഞാൽ അപ്പൂപ്പൻ താടി പോലുള്ള ഒരു സാധനം പറക്കും. മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം വരും. നമ്പർ 1. 1998 വേറൊരു സാധനം കൂടി ഇസ്രായേൽ കണ്ടുപിടിച്ചു. ആ ഇസ്രായേൽ കണ്ടുപിടിച്ചതാ കയ്യിലടിക്കുന്ന സ്പ്രേ. മനസ്സിലാകുന്നവർക്ക് ഞാനും മണിയം പാസ്റ്ററും ജോസഫ് പാസ്റ്ററോട് ഒരു യഹൂദനെ കണ്ട് പ്രൈസ് ദി ലോർഡ് കൊടുത്തു. യഹൂദൻ ഞങ്ങൾക്ക് ഓരോ സ്പ്രേ അടിച്ചു തന്നു. ഞങ്ങൾ വിചാരിച്ച് നല്ല മണമാന്ന്. 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ശവപ്പെട്ടിയില്ല. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതവൻ്റെ കയ്യിലുണ്ട് ബ്ലഡ് ക്ലോട്ട്. അത് കഴിഞ്ഞ് എത്തനിക് ബോംബ് കണ്ടുപിടിച്ചപ്പോൾ ചൈനയ്ക്ക് പിടികിട്ടി. അങ്ങനെയാണ് 2010 മനസ്സിലാകുന്നവർക്കായി ചൈനയിൽ ഒരു ലാബ് തുടങ്ങി. ചൈനയിലെ ഷാങ്ഹായ്, ബീജിംഗ്, പീക്കിങ്, അവിടുന്ന് മാറിയ വുഹാൻ അവരെ ഇൻഡസ്ട്രിയൽ സിറ്റിയാ. അവിടുന്ന് ഈ കോവിഡ് വൈറസിനെ വികസിപ്പിച്ചെടുത്ത്. അല്ല പാറ്റയെന്നും പൂച്ചയെന്നുമല്ല. അതിനകത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ വൈറസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതിൻ്റെ പേരാ മ്യൂട്ടേഷൻ. അതിനകത്തൊരു പെങ്കൊച്ച് മാറ്റിയപ്പോൾ ലാബിൽ രക്തം എടുക്കുന്ന അവളുടെ കോട്ടിനകത്തെ വൈറസ് കയറി. വൈകിട്ട് അവള് നമ്മുടെ പനിച്ചുമൂട്ട് മാർക്കറ്റിൽ ചെന്ന് ഇറച്ചി മീനും മേടിക്കാൻ നിന്നപ്പോൾ ആ ലാബിൽ നിന്ന് ഇറങ്ങിയതുപോലെ മാർക്കറ്റിൽ ഇറങ്ങിയതായി ഈ കോവിഡ്. അതിനർത്ഥം ഇന്നും ഇസ്രയേൽ. ബാക്കിയൂടെ കേട്ടോട്ടെ ചെറുപ്പക്കാർ. ഇസ്രയേലിന്റെ പർവ്വതമാ ഡിമോണ. ആ ഭൂമിക്കടിക്കത്ത് എയർപോർട്ടുണ്ട്. അവരെ സർവകലാശാല സയോൺ സർവകലാശാല. അതിനകത്ത് ഇഷ്ടം പോലെ സാധനം ഇരിപ്പുണ്ടെന്ന്. വൈറസിനേക്കാളും നല്ലത്. അന്ന് അവന്റെ കയ്യിലൊരു സാധനമുണ്ട്. അതിന്റെ പേരാ ചുവന്ന വൈറ്റ് ഫോസ്ഫറസ്. എല്ലാവരും കേൾക്കണം, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. എന്താ ഈ വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രത്യേകത? ഇത് കുടഞ്ഞു കഴിഞ്ഞാൽ ലോകം തീരും. അതിനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നത് സാംസൺ ആക്ഷൻ. മനസ്സിലാകുന്നവർക്കായി എല്ലാ അറബ് രാജ്യങ്ങളും ഇന്നാൾ അവനെതിരെ ഒരുമിച്ചു. അപ്പൊ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പോയാൽ 1 കോടി, നിങ്ങൾ പോയാൽ 850 കോടി. മനസ്സിലാകുന്നവർക്കായി അതിന്റെ പേരാ ഈ വൈറ്റ് ഫോസ്ഫറസ്. ഇപ്പൊ ലെബനോണിലെങ്ങാണ്ട് കുടഞ്ഞെന്ന് പറയുന്നു. അത് വാർത്ത സ്ഥിരീകരിച്ചില്ല. വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്ത് അമ്മാമ്മേ? നല്ലതുപോലെ അത് ഭൂമിയിലോട്ട് പതിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്നോ മണപ്പിക്കുന്ന പോലെ അകത്ത് കയറും. പെരിയ നട്ടലിനെ അവൻ പിടിക്കും. പിന്നെ നട്ടലിന് ഇൻഫെക്ഷനാണ്. അച്ചായനും അമ്മാമ്മ വയസ്സാകുമ്പോൾ വടിയുടെ സാന്നിധ്യത്തിൽ പോകുന്നവർ അവർ നിൽക്കുമ്പോൾ കുടഞ്ഞു പോകും. അതിൻ്റെ പേരാ ന്യൂറൽ ഇൻഫെക്ഷൻ. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. എന്താ സാംസൺ?
പണ്ടൊരുത്തനുണ്ടായിരുന്നു ശിംശോൻ. മനസ്സിലാകുന്നവർക്കായി എത്ര പേർക്ക് ആ കഥ അറിയാം? ശിംശോൻ ഒരു പെങ്കൊച്ചിന്റെ തലയിൽ മടി കൊണ്ടുവച്ച് തല വെച്ചു കൊടുത്തു. അവള് മുടി മുറിച്ച് ശക്തി പോയി. അത് കണ്ട് ഫെലിസ്ത്യർക്ക് ഭയങ്കര സന്തോഷമായി. ശിംശോനെ കെട്ടിക്കൊണ്ടുവന്നു. എല്ലാം കൂടെ ആർപ്പിട്ടു. അവസാനം ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുവന്നു. അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. സ്വോത്രം സാംസണാക്സ്. എന്നിട്ട് അവർ നിലവിളിച്ചു. ഇവർ നിലവിളിച്ചിട്ട് കൈയടിച്ചു. യവൻ്റെ എന്തോ ഇത് ചണനൂലുകൾ കൊണ്ട് യവൻ്റെ ക്ഷേത്രത്തിൻ്റെ തൂണുകളിൽ ബന്ധിച്ചു. അവസാനമായിട്ട് ശിംശോൻ സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വർഗമേ, ഒരവസരം കൂടെ ആ പോയ ശക്തി എനിക്ക് തിരിച്ചു തരണം. മനസ്സിലാകുന്നവർക്കായി ക്ഷണനേരത്തിൽ അവൻ്റെ മേലെ ആ ശക്തി വന്നു. എന്താ സംഭവിച്ചത്? ശിംശോനെ കെട്ടിയ കയറുകൾ തകർന്നു. എന്താ സംഭവിച്ചത്? പോയത് ശിംശോൻ ഒരുവൻ, പക്ഷേ കൂടെ ആയിരങ്ങൾ അവിടെ തീർന്നു. മനസ്സിലാകുന്നവർക്ക് ഇതിൻ്റെ പേരാ യഹൂദന്റെ സാംസണാക്സ്. ലോക രാജ്യങ്ങൾ അവനെ തൊടത്തില്ല. ഇന്ന് രാത്രി ഇസ്രയേലിന്റെ പ്രശ്നം, അവൻ 600-ൽ പരം യുദ്ധവിമാനമുണ്ട്. ഇതുവരെ 200 എണ്ണ എടുത്തിട്ടുള്ളൂ. 400 അടി എണ്ണ ഭൂമിക്ക് അടി കിടക്കുവന്ന്. 1 കോടി ജനമാകെ കേരളത്തിൻ്റെ 6 ഡിസ്ട്രിക്റ്റ്. അവന് 600 യുദ്ധവിമാനം ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ? എല്ലായിടത്തും ഒരു കറക്കം സന്തോഷമായിട്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോൾ ഹെലികോപ്റ്ററിനകത്ത് പൂവിടുന്ന ഒറ്റ കിടക്കം. മനസ്സിലാക്കുന്നവർക്കായി ലോകം തീരും. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ ചോദിക്കും, ഉപദേശി എന്തുകൊണ്ടാ വൈറ്റ് ഫോസ്ഫറസ് ഇവിടെ കുടയാത്തത്? അതിവിടെ കുടയുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കണം. ആ സംഭവമോ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരിക. ഇന്ന് രാത്രി ഈ ക്രിസ്ത്യാനിക്ക് അധികം പ്രത്യാശയൊന്നുമില്ല. സ്വോത്രം. പെന്തിക്കോസുകാരുടെ പ്രത്യാശയെ പോയി. സ്വോത്രം. കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാൻ്റെ അടുത്ത് BBC-ക്കാർ ചെന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ എത്ര രാജ്യത്തിൽ പോയിട്ടുണ്ട്? 100 രാജ്യം. സന്തോഷമില്ലല്ലോ? അപ്പം ഇനി എന്തുവാ ആഗ്രഹം? അപ്പം എ ആർ റഹ്മാൻ പറയാന്ന്, ലോകം പറയുന്നു ജീസസ് വരുന്നെന്ന്. സ്വോത്രം. എനിക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പത്രം വായിക്കുന്ന അന്യമതസ്വാകാരൻ അറിയാം ജീസസ് വരുന്നെന്ന്. ഞങ്ങൾ ഉടനെ വരരുതെന്ന് പറയും. മനസ്സിലാക്കുന്നവർക്ക് ആശോത്രം. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. അതാകണ്ടോ, അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും. അമ്മമ്മ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കണം. ഇതൊന്നും ആരും വായിക്കത്തില്ല. കഴിഞ്ഞ ദിവസം എസക്കേൽ പ്രവചനം കണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരച്ചയും പറയുവാന്നുണ്ട്. ഒരു പയ്യ അവിടെ നിന്ന് പറയുക യേശുവിനെ പറ്റി പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞടാ കുഞ്ഞെ, 2000 കൊല്ലമായിട്ട് നീ യേശുവിനെ ക്രൂശി ഇട്ടുകൊണ്ടിരിക്കുക. അവൻ മടങ്ങി വരുമെന്ന് ഒറ്റ ഒരുത്തനും പറയത്തില്ല. സ്വോത്രം. പാസ്റ്റർ KE എബ്രഹാം, TG ഉമ്മച്ച്, PAV സംസാർ, PD ജോൺസൺ, അവരെ ജോർജ് ശാസ്ത്രി, അവരെല്ലാം ഒരു കാലത്ത് പെന്തിക്കോസിൽ ഇറങ്ങിയപ്പോൾ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, കാത്തിരിക്കാം, കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത വർഷം യോഗം നടത്താം. മനസ്സിലാകുന്നവർക്കായി അവരുടെ പ്രത്യാശ മാറാനാഥ യേശുവേ വരണേ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് യേശുവിനെ പറ്റി പ്രസംഗിക്കാനും രക്ഷയെ പറ്റി പ്രസംഗിക്കാനും മാനസാന്തരത്തെ പറ്റി പ്രസംഗിക്കാനും ക്രൂശ് മരണത്തെ പറ്റി പ്രസംഗിക്കാനും എത്ര ദിവസം വേണമെങ്കിലും ചങ്കൂറ്റത്തോടെ എനിക്കറിയാം. കഴിഞ്ഞ ദിവസം പാസ്റ്റർമാർ ഇവിടിരിക്കുന്നു, ഇവിടെ മോൻ ഇവിടിരിക്കുന്നു, ഷിജിനിരിക്കുന്നു, പ്രജിനഗിരി, കൊല്ലങ്ങളായിട്ടുണ്ട് കൂടുതൽ. ഒരു സ്ഥലത്ത് ഞാൻ പോയി ഒരു പ്രസംഗം പ്രസംഗിച്ചു. യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 1-ാം ദിവസം വന്ന കുഞ്ഞാട്, 2 നിന്ന കുഞ്ഞാട്, 3 പോയ കുഞ്ഞാട്, 4 മടങ്ങി വരുന്ന കുഞ്ഞാട്. ഈ സൂചേട്ടൻ പ്രസംഗിച്ചു. അന്നേരം ആ പാസ് പറയുക, എന്തായാലും നമ്മളെ ചതിച്ച് കളഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ? പോസ്റ്ററിനകത്ത് എഴുതി കർത്താവിൻ്റെ വരവ് അനന്തര സംഭവങ്ങൾ, പ്രസംഗിച്ചത് ക്രൂശിനെ പറ്റി. സ്വോത്രം. അതുകൊണ്ട് ഞാൻ ഇപ്പം പല പോസ്റ്റ് ഇടുന്ന പുള്ളികളുണ്ട്. അവർ പറയും യേശുവിനെ പറ്റി പ്രസംഗിക്കുക. കുഞ്ഞെ, യേശുവിനെ പറ്റി എല്ലാവർക്കും അറിയാം. അവൻ കാൽവറി മരണം. ഇനി അവനെ കാൽവറിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയല്ല, അവൻ ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ തൻ്റെ ചുടുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ചേർക്കാൻ അവൻ മടങ്ങി വരും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് പലരും പറയുന്നത് കമൻ്റ് ഇടുന്നതാ എന്താ ചെയ്യുക? ഇവനൊട്ട് പ്രസംഗിക്കത്തുമില്ല, പ്രസംഗിക്കുന്നവനെ ആപ്പും കയറ്റിക്കൊണ്ടിരിക്കും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ജ്ഞാനായയുടെ കൺവെൻഷൻ ഞാൻ കല്ലിശ്ശേരി പ്രസംഗിച്ചു. ജ്ഞാനായക്കാർ അവരാന്നേ നമ്മൾ ഒരെണ്ണത്തിന് 7 തടുപ്പിക്കത്തുള്ളൂ. 4 ദിവസം പ്രസംഗിച്ചപ്പോൾ കല്ലിശ്ശേരിയിൽ അച്ഛൻ, നല്ല ചെറുപ്പക്കാരൻ അച്ഛൻ, സന്തോഷച്ചൻ പറഞ്ഞു, ഡയറി എടുത്താട്ടെ, അടുത്ത വർഷം 5 ദിവസം ആവട്ടെന്ന്. സന്തോഷമില്ലല്ലോ? മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ജ്ഞാനായക്കാർ ഇവർക്ക് സന്തോഷമില്ല. ഇവിടുത്തെ CSIക്കാർ നമ്മൾ ഒരു പരുവത്തിൽ ശരിയാക്കി. ഇപ്പോൾ മേലുകാവ് ഈസ്റ്റ് കേരള മകായുടെ അടുത്ത കൂട്ടിക്കൽ കൺവെൻഷന് സജു ചാത്തൻ്റെ ഒരു മനസ്സിലാക്കുന്നവർക്ക് അച്ഛൻ പറഞ്ഞ് കട്ടൻ കാപ്പിയുടെ 4 ദിവസം നിന്ന് പ്രസംഗിച്ചോളാം, ഗുണപ്പെടുന്നവൻ ഗുണപ്പെടട്ടെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. CSIക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാ അച്ഛന്മാരും സ്നാനപ്പെട്ടും കഴിഞ്ഞു. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. എന്ത് നാൾക്കളിൽ പേസുകരുത് ഉലകത്തിന് മുടിവും കടസിക്കാല ചെയ്തികൾ. എവിടെ ചെന്നാലും തമിഴ്നാട്ടിൽ ചെന്ന് കഴിച്ചാൽ കന്യാകുമാരി ചെന്ന സകല CSIയിൽ അച്ഛന്മാർ സ്നാനപ്പെട്ട് കഴിഞ്ഞു. സ്വോത്രം. ഇന്നാൾ ആലങ്കുളം എന്ത് അരുമയാണ് ചെയ്തിയെ കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് തിരുനെൽവേലി ആലങ്കുളത്ത് അരുമയാണ് ഒരു കൂട്ടത്തെ കൂടുതൽ. അപ്പോൾ അവിടുത്തെ അച്ഛനോട് ചോദിച്ച് ഞാൻ പറഞ്ഞു, അച്ഛാ സ്നാനം
ജ്ഞാനസ്നാനം പ്രസംഗിക്കണോ? അച്ഛൻ പറയാ തീർത്ത് കത്തിച്ചേരം മുങ്ങി സ്നാനം പ്രസംഗിക്കാം. സ്വോത്രം. ജ്ഞാനസ്നാനമൊക്കെ തീർന്നെന്ന് ഇവിടെ വെള്ളം കിടപ്പുണ്ടത് മനസ്സിലാകുന്നവർക്കായി, അവർക്കും പിടി കിട്ടി മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ദാ കണ്ടോ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, കാലം തീരാറായി. അവർ നിവർന്ന് നിൽക്കുമ്പോൾ ശരീരം കുനിഞ്ഞു പോകും. അടുത്ത വാക്ക് മുൻ വായിച്ചാട്ടെ, അടുത്ത വാക്ക് വായിക്കാം. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ആറ്റമായുധം പൊട്ടിയാൽ കണ്ണ് തടത്തിൽ തന്നെ. കേട്ടോ, കാസർഗോഡ് സ്ഥലമുണ്ട്. കാസർഗോഡ് IPCയുടെ സെൻട്രൽ പാസ്റ്റർ സന്തോഷ് പാസ്റ്റർ. കാസർഗോഡ് ആരൊക്കെ പോയിട്ടുണ്ട്? കരിവേടകം, ബന്തെടുക്ക, ഉപ്പള, നീലേശ്വരം, പാണത്തൂർ. സന്തോഷമില്ലല്ലോ. IPCയിലെ ജോസഫ് പാസ്റ്റർ ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ പ്രാസംഗികർ കാസർഗോഡും കണ്ണൂരും പോവുകയല്ല. സന്തോഷമില്ലല്ലോ. അവർ കാട്ടാക്കണ നിൽക്കും, കുമ്പനാട്ട് നിൽക്കും, പെരുമ്പാവൂർ നിൽക്കും, അതിനപ്പുറം പോകത്തില്ല. മനസ്സിലാക്കുന്നവർക്ക് ആ ശ്രോത്രം. അവിടെ പോകണം, കാസർഗോഡ് പോകണം. അവിടെ ഒരു സാധനം അടിച്ചായിരുന്നു, എല്ലാവരും കേൾക്കണം, എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ പറങ്കാവിൻ്റെ മേളിലാണ് അടിച്ചത്, നമ്മുടെ റബ്ബറിന് തുരിശടിക്കുന്ന പോലെ. ആ പറങ്കാവ് വെട്ടി മാസയോഗത്തിന് കഞ്ഞിയും വെച്ചു. സ്വോത്രം. ഇന്നും കാസർഗോഡ് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എൻഡോസൾഫാൻ കണ്ണ് ഇങ്ങനെ ചരിഞ്ഞ് പുരികം ഇങ്ങോട്ട് പിന്നെ നാവിൻ്റെ സൈഡ് തിരിഞ്ഞിരിക്കാം. ആ കുഞ്ഞുങ്ങളെ ആ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് സമരം. എൻഡോസൾഫാൻ അടിച്ചത് കൊല്ലങ്ങൾക്ക് മുമ്പ്. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ ആറ്റമായുധം വീണാൽ നിന്റെ കണ്ണ് തടത്തിൽ ഉരുകിപ്പോവും. അടുത്ത നാവ്, അതിന്റെ പേരാ ടങ് ഇൻഫെക്ഷൻ. വായിച്ചിട്ട് മോനെ, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. മതി. ഇസ്രായേലിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം, ആയുധങ്ങളെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നാവ് ചീഞ്ഞഴുകുമെന്ന് മനസ്സിലാകുന്നവർക്കായി. നാവ് അഴുകുമോ മനസ്സിലാകുന്നവർക്കായി. സ്പ്രേ ദാണ്ട് ഇവിടെ മാർത്താണ്ഡ ബ്രിഡ്ജിന്റെ താഴെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാ കറുങ്കലും തോവാള്. ഞാൻ അങ്ങ് പേശിക്കരുത് പോവും. വൈകിട്ട് ഒരു ദിവസത്തെ കൺവെൻഷൻ ആയിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ മാങ്ങ നല്ലതുപോലെ തമിഴം പഠിച്ചു കൂട്ടിയിട്ടേക്കുക. രാത്രി 9:30 വരുമ്പോൾ ഒരു പയ്യൻ ഞങ്ങൾ നിവി അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുക. സ്പ്രേ. സന്തോഷമില്ലല്ലോ. രാവിലെ വെള്ളറുടെ നെയ്യാറ്റിങ്കര കാരക്കോണത്ത് കോട്ടുകോണം അൽഫോൻസ മാങ്ക. സന്തോഷമില്ലല്ലോ. ഇന്നലെ രാത്രി പറിച്ചത് ഇന്ന് രാവിലെ പഴുക്ക്. അതാ കുഞ്ഞമ്മാമ 75 രൂപയ്ക്ക് മേടിക്കുന്ന സ്വോത്രം തമിഴ് സ്പ്രേ അടിച്ചത് മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഒറ്റ രാത്രി കൊണ്ട് സ്പ്രേ അടിക്കുന്ന മാങ്ങ പഴുക്കുമെങ്കിൽ ഇനി വരുന്ന ആറ്റത്തിന്റെ റേഡിയേഷൻ കൊണ്ട് നാവ് പഴുത്തു പുഴുത്തു പോകും. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാലം അധികമില്ല. ആനപ്പുറത്തിരിക്കുന്ന പാപ്പാന് മതവിളകുന്ന ആന പാപ്പാനെ വലിച്ചെറിയുന്ന പോലെ ഈ ലോകം തീരാറായി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിൽക്കണോ? കർത്താവിന്റെ വരവിൽ പോകണോ? അങ്ങനെയെങ്കിൽ ഇനി ഭൂമിയിൽ വരാൻ പോകുന്ന ഒരു കാര്യം രക്തമഴ. കഴിഞ്ഞ ദിവസം ഇറാനിൽ കരിമഴ പെയ്തു. കരിമഴ. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ പെയ്യാൻ പോകുന്ന രക്തമഴ. കുഞ്ഞുങ്ങൾ പഠിക്കണം. എന്താ രക്തമഴയുടെ പ്രത്യേകത? ഇന്ന് 7 മരുഭൂമികളിൽ ആറ്റം പൊട്ടിക്കുന്നു. ഏതൊക്കെ മരുഭൂമിയാ? ഒന്ന്, പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓൺലൈനിൽ ഇതെടുത്തോണം. രാജസ്ഥാനിലെ ടാർ, ഇസ്രായേലിലെ സീനായ്, ഇറാനിലെ കാഹിർ, ചൈനയിലെ ബോബി, അമേരിക്കയിലെ നൊവേദ. അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കുന്നത് പാകിസ്ഥാനിലെ പെഷവാർ. ആറ്റം പൊട്ടിച്ച മണലെവിടെ? നല്ല സ്ഥലത്ത് കുഞ്ഞുങ്ങൾ കൺവെൻഷൻ വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദാ കേട്ടോ, പണ്ട് ഇവിടെ പടക്കം പൊട്ടിക്കും. ചില ചേട്ടന്മാർ പടക്കത്തിന്റെ തിരിയെടുത്ത് ചിരട്ടയിൽ കൊടുക്കും. ഒരോലക്കാല് വെച്ച് ഒറ്റ തിരിക്കൊരു കൊടുക്കും. ഒറ്റ ഓട്ടം. രണ്ടും കൂടെ മേളിൽ പോകും. ചിരട്ടയും പടക്കവും കൂടെ ടക്കെന്നൊരു സൗണ്ട്. പടക്കം പൊട്ടും, ചിരട്ട താഴെ വീഴും. 2000 ഡിഗ്രി സെന്റിഗ്രേഡിലെ മണൽ പടക്കുന്നത്. മണൽ. അങ്ങനെയെങ്കിൽ ഈ മണൽ എവിടെ? ഇതാ വരാൻ പോകുന്ന രക്തമഴ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആകാശത്തിന് എത്ര തട്ടുകളുണ്ട്? 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ബോസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. സന്തോഷമില്ലല്ലോ. ആ പെരുങ്കടകളുടെ സ്കൂളിൽ പോകുമ്പോൾ മാവേ കല്ലെറിയാൻ പോകരുത്. മനസ്സിലാകുന്നവർക്കായി. ഇതിൻ്റെ പേര് ആകാശത്തിൻ്റെ തട്ടുകൾ. ഇതൊന്നും അറിയാതെ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് അപ്പച്ച ഒരു പാട്ട് പാടി, ആകാശത്തേൻ ശക്തി ഇളകുന്നതാൽ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എന്നാൽ അപ്പച്ചനെ കുറ്റം പറഞ്ഞു. ഇപ്പോൾ എല്ലോയും മാങ്കോയും വന്നപ്പം പറഞ്ഞ ആകാശത്തിൻ്റെ ശക്തി ഇളകുമെന്ന്. സന്തോഷമില്ലല്ലോ. ആകാശത്തിൻ്റെ ഒന്നാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ. അവർ ചൈൽഡ്സ് heard these messages in this evening. The first compartment of universe, that means the stratosphere. 2 condensers there are situating. Number 1 സൾഫർ, നമ്പർ 2 ഫോസ്ഫറസ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി വല്ലതൊക്കെ പഠിക്കണം. ഞാനൊക്കെ 2 ബിരുദം എടുത്തോളൂ. നിങ്ങൾ കുറഞ്ഞ 4 എടുക്കണം. സ്വോത്രം. 4 ഒരു ഉപദേശി ഞാൻ പ്രസംഗിച്ചപ്പം ഒരാൾ പറയുക, ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലെന്ന്. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ വരെ പഠിച്ചെന്ന്. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞ് +2 തോറ്റെന്ന്. ഞാൻ പറഞ്ഞ് 2 ബിരുദം കഴിഞ്ഞ് പഠിക്കാൻ പോയി ഇഷ്ടം പോലെ പ്രസംഗിക്കാതെ ട്യൂഷൻ എടുക്കാൻ പോയി കാശിട്ട് മേലാൻ വേണ്ടി പോരുതെന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പോൾ ചോദിച്ചു, എന്തിനാ പ്രസംഗിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ആ കാൽവറിയിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടിയതാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. എത്ര കാര്യമായിട്ട്. അപ്പോൾ ലോത്തിൻ്റെ കാലത്ത് എവിടെ മോളെ തീ ഇറങ്ങിയത്? അമേരിക്കയിൽ നിന്ന് തീക്കൊള്ളി മേടിച്ചായിരുന്നു, അല്ലെ നമ്മുടെ പെരുങ്കടവിളിൽ നിന്ന് കുഞ്ഞമ്മാമയുടെ മണ്ണെണ്ണ മേടിച്ചായിരുന്നു. അതൊന്നും കർത്താവ് എന്നില്ല. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ, സൾഫറും ഫോസ്ഫറസും. ബാക്കി സയൻസ് കൂടെ കേട്ടാട്ടെ. അവിടെ ഈ മണലൂട് ഇപ്പോൾ കയറിയിരിക്കുക. ഒന്നാമത്തെ തട്ട്. അതിൻ്റെ ഒരു സയൻസ് വേർഡുണ്ട്. അതിൻ്റെ പേര് റൈഡോൺ.
the three contents, the first compartment, അതിന്റെ പേര് സ്ട്രാറ്റോസ്ഫിയർ. നമ്പർ 1 റേഡോൺ, നമ്പർ 1 സാൻഡ്, നമ്പർ 2 സൾഫർ, നമ്പർ 3 ഫോസ്ഫറസ്. +2 പഠിക്കുന്ന 10 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോ, ഇതിന്റെ മൊത്തം പേരാ റേഡോൺ. വരാൻ പോകുന്ന രക്തമഴ. ഇന്ന് രാത്രി മൊബൈലിൽ നോക്കണം. രാഹുൽ തേങ്കൂട്ടത്തിനെ ശബരിമല ഒന്നും നോക്കണ്ട, സന്തോഷമില്ലല്ലോ. സ്വോത്രം ഇല്ല. പണ്ടാരാണ്ട് പറഞ്ഞോളൂ, എല്ലാവരും കൂടെ പറഞ്ഞ് ഗണേശ് ഇപ്പോൾ രാജിവെക്കുമെന്ന് ആരാണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർ കുടുംബത്തിലെ പ്രശ്നമോ ചായ കുടിച്ച് തീരുമെന്ന്. സന്തോഷമില്ല, സ്വോത്രം. ഇതൊന്നും ഇവിടെ തീരത്തില്ല, മനസ്സിലാകുന്നവർക്കായി. നിങ്ങൾ ചുമ്മാതെ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ തീരുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് പത്രത്തിനകത്ത് നോക്കണം, വരുന്നു രക്തമഴ. എവിടെ പെയ്യും അതിൻ്റെ ആസ്പദമായി ഇത് മേഘം ഘനീഭവിച്ച് കാന്തന്റെ വരവിൽ എടുക്കപ്പെട്ടാൽ രക്തമഴ പെയ്യും. വെളിപ്പാട് 16:3. ഇറാനി കരിമഴ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ രക്തമഴ. ഒന്നാമത്തെ ഇടവേളയിലേക്ക് വായിക്കാം വെളിപ്പാട് 16:3. കുഞ്ഞു വായിച്ചാട്ടെ. രണ്ടാമത്തവന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയി. അത് മരിച്ചവന്റെ രക്തം പോലെയായി. അടുത്തത് സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. അപ്പൊ കിണറ്റിലെ വെള്ളം വീണ എന്ത് ചെയ്യും? ദാണ്ട് ഇറാനി കരിമഴ പെയ്തോണ്ട് ഇത് പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ വരാൻ പോകുന്ന ജല ദുരന്തം. ബാക്കി കൂടെ കേട്ടോണം മോനെ. ആ ലൈവ് ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തേക്കണം. ആകാശത്തിനകത്ത് ദാണ്ട് ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. മലയാള മനോരമ, ഞാനല്ല, മലയാള മനോരമ. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. പാസ്റ്റർമാരെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പോയതിന് ശേഷം ഇങ്ങനെ ശരിയല്ലെന്ന് പറയണം. സ്വോത്രം. നാള് ഒരു പാസ്റ്റർ സ്റ്റേജിൽ കൂടെ പ്രസംഗിക്കുക. ഞാൻ ഈ തുണ്ട് പേപ്പറൊക്കെ കാണിച്ചാൽ പ്രസംഗിക്കുന്നതെന്ന്. അപ്പോൾ പിറ്റേന്ന് ഞാൻ പറഞ്ഞ് അയാൾ പേപ്പർ പോലും വായിക്കാറില്ല, പിന്നെന്തോ ചെയ്യാണ്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തുണ്ട് പോയിട്ട് പേപ്പർ പോലും. ഇതൊക്കെ വായിക്കണമെങ്കിൽ ഇച്ചിരി പാടാ. കുഞ്ഞുങ്ങൾ ഇതെടുത്ത് തരണം. എന്താണ്ട് സോമാലിയ ജലദുരന്തം. ഞാനൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും അല്ല. കമ്പ്യൂട്ടറിൻ്റെ ABCD പോലും എനിക്കറിയത്തില്ല. സ്വോത്രം. ഈ UST ഗ്ലോബൽ ടെക്നോ പാർക്കിലെ കുഞ്ഞുങ്ങളൊക്കെ ആദ്യം പറഞ്ഞ് പേജറുകളും മൊബൈലും പൊട്ടിത്തെറിക്കുമെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് പ്രതിന് എൻ്റെ കൂടെ ഉണ്ട്. ഇതായിരിക്കുന്ന ഷിജിൻ കൊല്ലങ്ങളായിട്ട് ഞാൻ പറഞ്ഞു മൊബൈലുകളെല്ലാം പൊട്ടിത്തെറിക്കുന്ന കാലം വരുമെന്ന്. സ്വോത്രം. അന്ന് എല്ലാവരും വിമർശനം വെച്ച് ലെബനോനി ഇപ്പോൾ ചക്കക്കുരു പൊട്ടുന്ന പോലെ പൊട്ടിയപ്പോൾ ശരിയായി. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. ഇതെല്ലാം അന്ത്യകാലം. ഇന്നത്തെ പ്രസംഗമാണ്. അതാണ്ടേ സോമാലിയ ജലദുരന്തം. ഈ കുഞ്ഞു വായിച്ചതാ. സോമാലിയ അവിടെ പെയ്തു. ജോസഫ് പാസ്റ്റർ രക്തമഴ ദാ പെയ്തു. സോമാലിയ. ഇറാനിൽ ഇപ്പോൾ കരിമഴ പെയ്തു. 2017 ശ്രീലങ്കയിലും പെയ്തു രക്തമഴ. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ കടലിനകത്ത് ചുവന്ന വെള്ളം കണ്ടു, രക്തവെള്ളം കണ്ടു, രക്തമഴ. ഇതെല്ലാം മൊബൈലിൽ നോക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2017 കോവിഡിന് തൊട്ട് മുമ്പിട്ട് അദ്ദേഹത്തോട് അമേരിക്കയിലെ നാസ പറഞ്ഞു. അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ബായോ ബഹനോയെ സുന്നാച്ചായി ഇന്ത്യ കാ ജോ ബാഗർ കി കിനാർ മേ ആയേഗാ കൂൻ കാ ബാരിഷ്. നമ്മുടെ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ രക്തമഴ പെയ്യുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറയുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ അകത്ത് യോഹന്നാനോട് സ്വർഗം പറഞ്ഞു വരാൻ പോകുന്നു രക്തമഴ, ജലദുരന്തം. ഇന്ന് രാത്രി മൈലച്ചലുകാർ മാനസാന്തരപ്പെട്ടോണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കിണറ്റിനകത്ത് ആരാ വെള്ളമടിക്കുന്ന? പെരുങ്കടമുള്ള ബ്ലോക്ക് പഞ്ചായത്തല്ല, ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ പെനിട്രേറ്റ് ചെയ്ത കിണറ്റിലെ വെള്ളം. കുടിക്കാൻ പറ്റിയ വെള്ളം കിണറ്റിലെ വെള്ളം. സന്തോഷമില്ലല്ലോ. സ്തോത്രം. ഈ കുപ്പിവെള്ളത്തെക്കാൾ എത്ര നല്ലതാ കിണറ്റിലെ വെള്ളം. കിണറ്റിലെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. ആവശ്യമില്ലായിട്ട് തിളപ്പിക്കുകയും ചെയ്യരുത്. വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് ഈ ബാക്ടീരിയ വരും. നിങ്ങളുടെ കിണറ്റ് സന്തോഷമായിട്ട് സൂക്ഷിച്ചിട്ട് നല്ല വലയൊക്കെ ഇട്ടിട്ട് കൂജയ്ക്കകത്ത് വെള്ളം വെച്ചേക്കണം. ഏതാ മംഗലത്തിനകത്ത് കുടിച്ച് നോക്കണം. സന്തോഷമില്ലല്ലോ. ശമനപ്പ് കുടിക്കുന്നതിനേക്കാളും നല്ലത് 10 വർഷം ആയുസും കിട്ടും. മനസ്സിലാകുന്നവർക്കായി. പഴയ അമ്മമാരാരും മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. പണ്ട് വീട്ടിൻ്റെ വാതൊക്കെ വരുമ്പം ഒരു മൺകലം, അതിൻ്റെ മേളിലൊരു കപ്പ് അടച്ചു വെച്ചിരിക്കുക. വെള്ളം തിളപ്പിച്ചിട്ടൊന്നുമില്ല. കിണറ്റിലെ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുന്നവർക്ക് 10 വർഷം ആയുസ് ഫ്രീ. സന്തോഷമില്ലല്ലോ. ഇന്ന് പിള്ളേരടുത്ത് മിണ്ടരുത്. അവന്മാർ കൊക്കക്കോള, പെപ്സി, അത് കഴിഞ്ഞിട്ട് മാംഗോ, കീങ്കോ, സ്വോത്ര എല്ലാം ഇത് തിളപ്പിക്കുക. ഒരു കാരണവശാലും വെള്ളം തിളപ്പിക്കുമ്പോൾ സയൻസ് ഞാൻ പഠിച്ച ഒരാളാണ്. വെള്ളം തിളപ്പിക്കുമ്പം അതിനകത്ത് മിനറൽസ് ചൂടിനകത്ത് പോവും. കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം കിണറ്റിലെ വെള്ളം. സന്തോഷമില്ലല്ലോ. പെയ്തിറങ്ങുന്നത് മണ്ണിനകത്തൂടെ പെനിട്രേറ്റ് ചെയ്ത് താഴെ ചെന്ന് ഊറ്റായിട്ട് പരിണമിക്കും. അതിനകത്ത് മണ്ണിനകത്ത് മൂലകമുണ്ട്. അതിലൊന്നാമത്തെ മൂലകം കാൽസ്യം. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് പല്ലിനും എല്ലിനും നല്ല പ്രോട്ടീനും. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. വെള്ളം കത്തിച്ച് വിടുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ സയൻസ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം കിട്ടത്തില്ല. അത് ആകാശത്തിൽ നിന്ന് രക്തമഴ പെയ്ത കിണറ്റ് രക്തവെള്ളം. 2 മനസ്സിലാകുന്നവർക്കായി. കീഴാറൂരിൽ നല്ല ചെറിയുണ്ട്, അവിടെയും രക്തവെള്ളം.
നിങ്ങൾ നെയ്യാറിൻ്റെ കരയിൽ താമസിക്കുന്നു. നെയ്യാറിലെ വെള്ളം ആരാ കൊണ്ടൊഴിക്കുന്നത്? ശോശാമാമ അവറാച്ചാനുമല്ല, അഗസ്ത്യാർ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആ തിരുവനന്തപുരം നെയ്യാർ. ആ വെള്ളം ഒഴുകി താഴോട്ട് വരും, നേരെ വരും മണ്ഡപത്തിൻ കടവ് വഴി നെയ്യാറ്റിൻകര അബ്രാഹിമോട് എല്ലായിടത്തും രക്തവെള്ളം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എല്ലാ നാട്ടുകാരും കേൾക്കണം. ഒരു വീട്ടിൽ അമ്മാമ എഴുന്നേറ്റ് രാവിലെ അച്ചായന് കാപ്പിയിടാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ രക്തവെള്ളം തീർന്നില്ല. 7:30 വിചാരിക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. വെള്ളറുടെ നിന്ന് വരുന്ന ശുദ്ധജല പദ്ധതി, ആറാട്ടുകുഴിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ജപ്പാൻ കൂടി വെള്ളം, അതിനകത്തും രക്തവെള്ളം. എന്നാ വിചാരിക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ട നേരെ വിടാം. എന്നാ വിചാരിക്കും 9:30 ആക്റ്റീവ് എടുത്തുകൊണ്ട് മാരായ മുട്ടത്ത് ചെറിയുണ്ട്, അങ്ങോട്ട് പോയി തുണി കഴുകുക, അവിടെയും രക്തവെള്ളം പെയ്ത് കിടക്കുക. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കാപ്പിയിടുന്നത് രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്ന രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി ആ രക്തവെള്ളം അടുപ്പിനകത്ത് കാപ്പിയിടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നിങ്ങളുടെ മക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നിങ്ങളുടെ തുണി കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാ ഭൂതലത്തിലൊക്കെയും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും കിളിവാതിൽ തുറന്ന ഇന്ന് രാത്രി നിന്നെ അകത്ത് കയറ്റി എന്നോട് കൂടെ അത്താഴം കഴിക്കുന്ന ഒരുവന് ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്ത്, രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്കും അത് ദൈവശക്തി. ഒരു കാര്യം പറഞ്ഞ് ഇടവേളയിലേക്ക്. ഇന്ന് രാത്രി നല്ലൊരു, എല്ലാവരും കേൾക്കണം. ഇവിടെ നമ്മുടെ മൈലച്ചിൽ നല്ലൊരു ചെറുപ്പക്കാരി, സാമാന്യ കഥയാണ്. 38 വയസ്സ് പയ്യൻ, പെങ്കൊച്ചു 36. അവർ വെളിനാട്ടിലായിരുന്നു, മക്കളില്ലായിരുന്നു. അവർ 34 അവൾ ഇവിടെ വന്നു. പയ്യൻ പോക്ക് 32 ആയിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് 2 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. നല്ല വീട്, നല്ല വീട്, ഒരു നമ്മുടെ വാഗണർ കാറ് എല്ലാം ഉണ്ട്. ഒരു ഈ ആൺകൊച്ച് കറുത്ത കുഞ്ഞാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് 3 പേരും കൂടെ ചാപ്പാട് കഴിച്ച് ഒരേ റൂമിൽ കിടക്കുക. ചെറുപ്പക്കാരി 2 വയസ്സുള്ള ആൺകുഞ്ഞ്. 3:30 ആയപ്പോൾ ചെറുപ്പക്കാരി എഴുന്നേറ്റ് കുഞ്ഞൊരു സൈഡിൽ കിടക്കുക. അപ്പോൾ അവർ പറഞ്ഞ് തോട്ടം ഉണ്ടല്ലോ അപ്പുറത്ത്, ഇച്ചിരി നമുക്ക് ഇച്ചിരി തെങ്ങ് കമുക അങ്ങോട്ട് 100-150 മീറ്ററേ ഉള്ളൂ. വീട് പൂട്ടിയിട്ട് പോയി നമുക്ക് വെള്ളം അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് ഏകദേശം ഉണരാറാവും, നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. ചെറുപ്പക്കാരി 3:30 മണിക്ക് വെള്ളം അടിക്കാൻ പോയി. എല്ലാവരും കേട്ടാട്ടെ. 10 മിനിറ്റ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാരുടെ ശബ്ദം, പുക. അവർ ഓടി വന്നു. അവരെ നല്ല സുന്ദരമായ വീട് തീക്കകത്ത് കത്തുന്ന ഷോർട്ട് സർക്യൂട്ട്. നാട്ടുകാർ കൂടിയിരിക്കുക ഗേറ്റിൻ്റെ വാതിക്ക്. ആ സമയത്ത് ചെറുപ്പക്കാരി പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് കയറരുത്, ഷോർട്ട് സർക്യൂട്ടാ, നിങ്ങളും തീർന്നു പോകും. ചെറുപ്പക്കാരി അങ്ങോട്ട് പോകും, നാട്ടുകാർ പുറകോട്ട് വലിക്കും. ലാസ്റ്റ് അവർ 2 പേരും കരം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ച് കാണത്തില്ല. 2 പേരും കരം കൊടുത്തു. കത്തുന്ന വീട്ടിൻ്റെ ആദ്യത്തെ പാളികൾ ചവിട്ടിപ്പൊളിച്ച് അകത്തിയെന്നു. കുഞ്ഞിനൽപ്പം പൊള്ളലേറ്റു. ഒറ്റപ്പിടി കുഞ്ഞിന് 2 കൂടെ ഒറ്റ ചാട്ടോ. കത്തുന്ന വീടിൻ്റെ മുമ്പിൽ നാട്ടുകാരെ നോക്കി പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ കുഞ്ഞിന് അല്പം പൊള്ളലേറ്റെങ്കിലും ജീവനോടെ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി ഈ ലോകം തീരാറായി. അതിൻ്റെ നടുവിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ വാരിയെടുക്കുക. 10,000 പേർ സുന്ദരനായി അവൻ വരാറായി. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി 2 വർഷം കൂടി ഇവിടെ യോഗം വിടുന്നു. ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, സംഘടനയുടെ പ്രസംഗമല്ല, IPCയുടെ പ്രസംഗമല്ല, ചർച്ചക്കോടിൻ്റെ അല്ല, CSയുടെ. നിന്നെ അക്കര നാട്ടിലെത്തിക്കുവാനുള്ള നിത്യ സുവിശേഷത്തിൻ്റെ ദൂത് കേട്ട് ഇന്ന് രാത്രി നിന്റെ കയ്യിലിരിക്കുന്ന റബ്ബറിൻ്റെ ഇടയ്ക്കകത്ത് ഓട്ടോയ്ക്കകത്തിരുന്നു നെഞ്ചത്ത് കൈവച്ച്, യേശു എൻ്റെ ഏക ദൈവ, യേശു എൻ്റെ ഏക രക്ഷിതാവ്, അവൻ രാജാതി കർത്താവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ദൈവസഭ എടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? 3 വാക്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും. വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 1-ാം മുദ്ര വെള്ളക്കുതിര, 2-ാം മുദ്ര ചുവന്ന കുതിര, 3-ാം മുദ്ര കറുത്ത കുതിരയിലേക്ക്. വായിക്കാൻ തന്നെ വെളിപ്പാട് 6-5-6 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം
അതിന്റെ 5-6 വാക്യം വായിച്ചാട്ടെ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇതാണ്ട് ഓരോ കാര്യങ്ങളും ദൈവസഭ എടുക്കപ്പെട്ടാൽ അക്കമിട്ട് കിടക്കുക. അതിൽ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ വായിച്ചു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. ഈ കറുത്ത കുതിര വരാനിരിക്കുന്ന ക്ഷാമം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അടുത്തതാ ഭയങ്കര കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നത്. വായിക്കാം. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ആ തുലാസിന്റെ പേരായി ബാർകോഡ്. ദാണ്ടേ വിലയെല്ലാം കമ്പ്യൂട്ടർ. ശ്രദ്ധയോടെ ഇരിക്കണം, എല്ലാവരും കേൾക്കണം. ഇതിപ്പോ ലോകരാജ്യങ്ങൾ വന്നു. അതിലൊന്നാ GST, 2 ഇന്ത്യയിൽ GST ഗുഡ് സർവീസ് ടാക്സ്, വെളിനാട്ടിൽ വാറ്റ്. ദാണ്ട് കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും. അന്നന്ന് സാധനങ്ങളുടെ വില കമ്പ്യൂട്ടർ നിശ്ചയിക്കും. ഇതിൻ്റെ ബാർകോഡ്. ഇപ്പം ദാണ്ട് നിങ്ങളുടെ പെരുങ്കടപ്പിള്ള പെട്രോൾ പമ്പുണ്ട്. മിക്കവാറും തിങ്കളാഴ്ച ചൊവ്വാഴ്ച വില കൂടും. പെട്രോൾ വന്നിട്ട് കുറേ ദിവസമായി ടാങ്കറിൽ കിടക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ ഒറ്റ തിരിപ്പ് തിരിച്ചാൽ വില കയറും. അർത്ഥം ഇതാ കിടക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. മാരുതി കാർ കഴിഞ്ഞ വർഷം മേടിച്ചവൻ 9 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടാക്കട ഷോറൂമിൽ കിടക്കുന്ന കാർ അത് തന്നെ 8,20,000 രൂപ, 80,000 രൂപ കുറച്ച്. അതിൻ്റെ പേര് GST. നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ നിന്നൊരു കറക്കി 18 GST 5-ലേക്ക് വന്ന്. കാർ അത്, കമ്പനി അത്, സീറ്റിന് മാറ്റമില്ല. പക്ഷേ GST തിരിച്ചപ്പോൾ 9 ലക്ഷം രൂപയുടെ ബ്രസ 820. കാര്യം ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. സ്വോത്രം. ക്ലിയറായി അച്ചായ. ഇതെല്ലാം കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഒരുവൻ ഈ കൺട്രോൾ ഏറ്റെടുക്കുന്നതിൻ്റെ തുടർച്ചയായത്. GST വാറ്റ് മനസ്സിലാകുന്നവർക്കായി. സ്വർണ്ണം താണ്ട പിട്ടാപ്പള്ളി, അത് കഴിഞ്ഞ് കട്ട്ലസ് ജോയി ആലുക്കാസ്. അവിടെ ഇരുന്ന സ്വർണ്ണം എല്ലാം പഴയ സ്വർണ്ണം. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കാറ്റടിച്ച് വെച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞമ്മ സിസ്റ്റർ ഇന്നാൾ പോയപ്പോൾ പറഞ്ഞ് ഗ്രാമിന് 9,000. മെനഞ്ഞാന്ന് പോയപ്പോൾ പറയാം 14,000. തട്ടി 1, സ്വർണം 1, മാറ്റമില്ല. ആര് വില നിശ്ചയിച്ച്? കമ്പ്യൂട്ടർ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. കിടക്കുന്ന അതാ ഈ GST വാറ്റ്. ലോകം ഒരുവന്റെ കയ്യിൽ കിട്ടും. അവൻ ലോകരാജ്യങ്ങൾ സകല സാധനത്തിന്റെ വില നിശ്ചയിക്കും. ഒരു തുലാസ്, അതിന്റെ പേര് 1 വൈമൻ സ്കെയിൽ. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. അന്ത്യകാലം. ബാക്കി കൂടെ കേട്ടോ ചായ. അടുത്ത വായിച്ചു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. എല്ലാം തലയെണ്ണി കിട്ടുമെന്ന്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എല്ലാ മനുഷ്യന്റെ തലയെണ്ണി റേഷൻ. അതുകൊണ്ടാണ് വെള്ളക്കാട്, നീലക്കാട്, പച്ചക്കാട് എല്ലാത്തിനും 2 കിലോ. സന്തോഷമില്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാർക്ക് നോക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഒരു 5 കിലോ കൂടെ തരും. മനസ്സിലാകുന്നവർക്ക് അവർക്ക് തോന്നണം എല്ലാത്തിനും 2 കിലോയെ റേഷൻ കിട്ടുള്ളൂ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഈ മോൻ വളരെ കറക്റ്റായിട്ട് വായിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺവെൻഷൻ സ്ഥലത്ത് ഇതുപോലുള്ളവരെ വായിക്കണം പയറായിട്ട്. ഇന്നാളെ ഞാൻ കോട്ടയത്ത് ചുങ്കത്തിനകത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 4 ദിവസത്തെ പ്രസംഗമായിരുന്നു. ഓരോ മുദ്രകളെ പറ്റി 6 മുദ്രകളെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഞാനും തളർന്നു. 4 ദിവസം തീരുകയും ചെയ്തു. സ്വോത്രം. ഇവിടെ 3 മുദ്രയായതേ ഉള്ളൂ. ഇന്നുകൊണ്ട് ഇവിടുത്തെ എൻ്റെ പരിപാടിയും കഴിയും. അങ്ങനെയെങ്കിൽ എന്താ, ഒരു പയ്യൻ പാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, ജൂനിയർ പാസ്റ്റർ. അവനായിരുന്നു ബാക്യം വായിച്ചുകൊണ്ടിരുന്നത്. ഇടവേളയ്ക്ക് മുമ്പിട്ടാണ് ഇതെടുത്ത് 4-ാം മുദ്രയ്ക്ക് മുമ്പിട്ട്. അപ്പം മൈക്ക് കൂടെ നാട്ടുകാർക്കൊക്കെ വായിക്കുക. ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഞാനാണെന്നുണ്ടെങ്കിൽ ബാക്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ തുറക്കത്തില്ല. ഓരോ സ്ഥലത്തെയും പ്രസംഗം ഞാൻ എഴുതി വെക്കുക. ഞാൻ ഇടവേളയ്ക്ക് കുഞ്ഞ് കാകളനാഥം പാടിയോലെ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഈ പയ്യൻ വായിച്ചത് തീരെ ശരിയല്ല പാസ്റ്റർ, നാട്ടുകാർ കേട്ടാൽ വളരെ ദോഷമാണ്. അപ്പം പാസ്റ്റർ ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു ബൈബിളൊന്ന് തുറക്കാൻ പറഞ്ഞു. സ്വോത്രാഴ്ച ഇടയ്ക്ക് പുള്ളി ചോദിക്കപ്പോൾ ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അപ്പോൾ പറയാം പാസ്റ്റർ സ്റ്റേജിൽ കൂടെ ഒന്നും പറയരുത്, അവർക്ക് വശമറ്റ ഫൈനാൻസിൽ പണയം എടുക്കുന്നവനാണ്. സന്തോഷമില്ലല്ലോ. രാവിലെ പറയരുത്, പണയത്തിൻ്റെ ഓർമ്മയാണ്. നമ്മുടെ കുഞ്ഞ് എത്ര ക്ലിയറായിട്ട് വായിച്ചു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അതാ റേഷൻ കമ്പ്യൂട്ടർ വഴി ഈ പോസ്. സന്തോഷമില്ലല്ലോ. ഈ പോസ് കൈവച്ച റേഷൻ കിട്ടും. 2016 കാട്ടാക്കട 17 2017 കാട്ടാക്കടയിൽ നിന്ന് തിരിയുന്ന കട്ടക്കോട് റോഡ്. അവിടെ ഞാൻ മനുഷ്യൻ കൈവച്ച് റേഷൻ മേടിക്കുമെന്ന ഒരു പ്രസംഗിച്ച് അവിടെ നിന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞു ഈ പാസ്റ്ററിൻ്റെ തലയ്ക്ക് എന്തോ വെളിവുകേടാണ്. സ്വോത്രം. ഇപ്പം കാർഡ് വാട്ടി എന്നിട്ട് റേഷൻ കിട്ടുന്നില്ല, പിന്നെ കൈവച്ചാൽ റേഷൻ കിട്ടുമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു ഇത് ഈ പോസ്റ്റിൻ്റെ പരിപാടിയാണ്, കൈവച്ചാൽ ബാർകോഡ് വഴി റേഷൻ വരുമെന്ന്. ഞാനങ്ങ് പോയി. ആൾക്കാരും വേണ്ടിയില്ല. 2019 കോവിഡിന് തൊട്ട് മുമ്പ് അടുത്ത ജംഗ്ഷനാണ് പൂഞ്ഞാങ്കോട്. കാട്ടാക്കട കഴിഞ്ഞ അടുത്ത റോഡ് കുറ്റിച്ചെല്ലണം. ഞാൻ നോക്കിയപ്പോൾ റേഷൻ കടയുടെ പരിസരത്ത് തന്നെ യോഗം. 6 മണിക്ക് പാട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും റേഷൻ കടയിൽ വരുന്നു, കൈവെക്കുന്നു. തോമാച്ചായ, പൊന്നച്ചായ, ശൂഷമാമ, കീ കൂ 4 കിലോ, 2 കിലോ, 1/2 കിലോ. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ഇത് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാ തലയെണ്ണി റേഷൻ. ഒരിടങ്ങഴി
2 3 എല്ലാം കിട്ടുമെന്ന്. സ്വോത്രം. മനുഷ്യൻ്റെ തല എണ്ണി കിട്ടുമെന്ന്. പണ്ടത്തെ കാലമല്ലയോ. പണ്ട് നമ്മുടെ ജോസഫ് പാസ്റ്റർ തന്നെ പിടിക്കാം. നെയ്യാറ്റിൻകര സെൻട്രൽ കൺവെൻഷൻ കുഞ്ഞുങ്ങളുടെ BBS മാസയോഗം. പെരുങ്കടപ്പിള്ളയിൽ ചെന്ന സഹദേവൻ ചേട്ടനോട് പറഞ്ഞ് മാസയോഗം ഉണ്ട്, BBS ഉണ്ട്, നമ്മുടെ കൺവെൻഷനും വരുന്നത്, ഒരു 50 കിലോ പച്ചരി തരണം. അപ്പോൾ പറഞ്ഞ് പാസ്റ്റർ പൊക്കോ, വൈകിട്ട് ബൈക്കിൽ ആളെ എവിടെ ഞാൻ വിട്ടങ്ങ് എത്തിച്ചോളാം. അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ്. സന്തോഷമായിട്ട് പാസ്റ്റർ പോരുന്നു. രാത്രി പച്ചരി പെയ്ത്തോമിലെത്തി. ഇന്നെങ്ങാണ് BBS സെൻട്രൽ കൺവെൻഷൻ സഹദേവൻ ചേട്ടൻ്റെ അടുത്ത് പെരുങ്കടവിള ചെന്ന് 50 കിലോ പച്ചരിയുടെ കാര്യം പറഞ്ഞാൽ അയ്യോ പാസ്റ്ററെ ഗുഡ് ബൈ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 50 കിലോ കൊടുക്കാൻ പറ്റില്ല. സഹദേവൻ ചേട്ടൻ്റെ കടയുടെ ലൈസൻസ് പോകും മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് ഈ റേഷൻ കാർഡ്. മനസ്സിലാകുന്നില്ലേ? പണ്ട് സർക്കാർ ജീവനക്കാർ കള്ള കാർഡ്, യെല്ലോ കാർഡ്, മാങ്കോ കാർഡ് എല്ലാം മാറി ഇപ്പം ഈ പോസ് ആയപ്പോൾ അവൻ്റെ വരുമാനം കമ്പ്യൂട്ടറിൽ തെളിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മന്ത്രിമാർ പറഞ്ഞ മര്യാദയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉള്ള റേഷൻ കിട്ടും. അതുകൊണ്ടല്ലേ പലരും റേഷൻ കാർഡ് കൊണ്ട് തിരിച്ചു കൊടുത്ത് ക്ഷമിക്കണേ കർത്താവേ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിൽ വരാൻ പോവുക. അതിന് ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടം കഴിയാവാം. ഗ്യാസിൻ്റെ വിഷയം സംസാരിക്കാൻ വരുന്നത് അതിനാണ് വരുന്നത്. ഒരു പണത്തിന് ഒരിടം കഴിയാവാം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരരുത്. അതിൻ്റെ തുടക്കം ഇവിടെ സംഭവിച്ചു. കോവിഡ് കാലം. നിങ്ങൾക്ക് വീട്ടിൽ മരുന്ന് കിട്ടി, വാട്സപ്പ് അടിച്ചിരുന്ന ആശ്വാസകാർ വീട്ടിൽ കൊണ്ട് മരുന്ന് തന്ന എണ്ണ കോവിഡ് കാലത്ത് ഒരു പെട്രോൾ പമ്പ് അടച്ചില്ല. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ കേരളത്തിലെ 2.5 ലക്ഷം സിലിണ്ടറിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നത് പോലെ ഇവിടെ പാചകവാതകം കിട്ടാതെ ഇരിക്കും. കരിമഴ പെയ്തിറങ്ങിയ കുടിക്കാൻ വെള്ളം കിട്ടാതെ ഇരിക്കും. 2 കാര്യം പറയുമ്പോൾ അവസാനിക്കാൻ ബാക്കി മറ്റൊരിക്കൽ വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 4, 10, 11. ഗ്യാസ് കിട്ടുമോ വെള്ളം കിട്ടുമോ എല്ലാവരും ബാക്കി എടുത്തോണം. എന്നിട്ട് നാളത്തെ പത്രം നോക്കണം. അവിടെ ഗ്യാസ് കിട്ടുമോ വെള്ളം കിട്ടുമോ. എസെക്കിയേൽ പ്രവചനം 4, 10, 11. എടുത്താട്ട് മോനെ, നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശെക്കൽ തൂക്കമായിരിക്കും. അല്ല, ബ്രെഡ് കവറ് 250 ഗ്രാം, ചപ്പാത്തി 200 ഗ്രാം, ആട്ടിയ മാവ്, പാല്, ഇതെല്ലാം ഗ്രാമും ലിറ്ററും വരും. മനസ്സിലാകുന്നവർക്കായി. അതാ കവറിനകത്ത് 5 കിലോ അരി വരുന്ന ഇതെല്ലാം വരും. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ. അടുത്തത് നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. അൽബകാം കിട്ടത്തില്ല, കുഴിമന്തി കിട്ടത്തില്ല, ബർഗർ കിട്ടത്തില്ല, ചിക്കൻ കിട്ടത്തില്ല, 65 കിട്ടത്തില്ല, KFC കിട്ടത്തില്ല, മക്ഡൊണാൾഡ് കിട്ടത്തില്ല. എൻ്റെ യേശു പറഞ്ഞത് ഇതാ നോഹയുടെയും ലോത്തിൻ്റെയും കാലം. ലൂക്കോസിന്റെ സുവിശേഷം 21, 34, 35, 36 വായിക്കണ്ട. എന്താ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ. ആകയാൽ ഇങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞു. എന്താ? നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ആകുലപ്പെട്ടിട്ട് ആ ദിവസം ഒരു കെണി പോലെ വരാതെ നിങ്ങൾ സൂക്ഷിപ്പാ. ഇത് സകല ഗോത്രത്തിലും ഇത് വരും, മനുഷ്യരിലും വരും. അതുകൊണ്ട് മശിഹ ലൂക്കോസിൽ കൊടുത്ത ആകയാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. KFC ഒക്കെ തീരുമെന്ന് പാസ്റ്റർ പണ്ട് പ്രസംഗിച്ച പറയുന്നതാണ്. ഒരാഴ്ചയും കൂടെ ഗ്യാസ് കിട്ടിയില്ല, അൽബകാമും ഇല്ല, കുഴിമന്തി ഇല്ല, കെൻഡക്കി ഇല്ല. മനസ്സിലാകുന്നവർക്കായി. കരവുയരുന്നില്ലല്ലോ മാമേ. സ്വോത്രം. തിരുവനന്തപുരത്തെ സിറ്റിയിലെ ഹോട്ടലുകളെല്ലാം അടച്ച് ഗ്യാസ് ഇല്ലാതെ. ഇനി ചിക്കൻ കറക്കാൻ ഗ്രില്ലിൽ ചിക്കൻ കിട്ടത്തില്ല. ചോദിച്ചാ മാമയ്ക്ക് എന്തൊരു ദുഃഖം. ദൈവമേ, ചിക്കൻ ഗ്രില്ലും പൊറോട്ടയും കൂടെ കഴിച്ചുകൊണ്ടിരുന്നേ. സന്തോഷം ഇല്ലല്ലോ അച്ചായ. മനസ്സിലാക്കുന്നവർക്കായി. ചിക്കൻ കറങ്ങണേ അടുപ്പിൽ കറങ്ങത്തില്ല കുഞ്ഞമ്മാമ, ഗ്യാസിനകത്ത് കറങ്ങും. സിറ്റിയിലെ അനവധി ഹോട്ടൽ അടച്ചു, ഗ്യാസ് ഇല്ല. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുള്ളി അരിയും കൊണ്ട് നീ കഞ്ഞി വേൾക്കും. സ്വോത്രം. അടുപ്പുകളെല്ലാം അടയാൻ പോകുന്ന അടുത്ത ഒരു അന്ത്യകാലം. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കം. അടുത്തത് വെള്ളം. വായിച്ചിട്ട് മോളെ, മോനെ വായിച്ചു. അടുത്തത് വെള്ളവും അളവ് പ്രകാരം. കരിമഴ പെയ്താൽ, രക്തമഴ പെയ്താൽ വെള്ളം കിട്ടുമോ? കിണറ്റിലെ വെള്ളം കയ്പ് വെള്ളം, നദിയിലെ വെള്ളം കയ്പ് വെള്ളം, ഇതെല്ലാം കൂടെ ഫിൽട്രേറ്റ് ചെയ്താൽ തലയെണ്ണി വെള്ളം കിട്ടും. ബാക്കി എല്ലാവരും കേട്ടോണം. നാളെയൊക്കെ ബാക്കി ഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ പ്രസംഗിക്കും, കേട്ടോണം. ഇന്ന് ഗൾഫ് രാജ്യത്ത്, ഇന്ന് കർത്തൃദാസന്മാരോട് ജോൺ പാസ്റ്ററോടൊക്കെ ഞാൻ പറഞ്ഞു, ഗൾഫ് രാജ്യത്ത് എവിടുന്ന വെള്ളം? കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതാ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇറാൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ പറഞ്ഞ് നിന്നെ ശരിയാക്കുമെന്ന്. ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് കിണറുണ്ട്, ഡാമുണ്ട്, വെള്ളമുണ്ട്. ഞങ്ങൾ ഇനി അടിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജലസംഭരണി, കടലിലെ വെള്ളം ദാണ്ടി നെയ്യാർ റിസർവോയർ ഇട്ടേക്കുന്ന പോലെ, അരുവിക്കര ഡാമിലെ വെള്ളം തിരുവനന്തപുരത്ത് സിറ്റി വരുന്ന പോലെ ദാണ്ടി ഇങ്ങനെ റിസർവോയർ വെള്ളം കിടക്കുക. അതിനകത്ത് ഇറാൻ കൊണ്ട് ബോംബിട്ടാൽ കുടിവെള്ളം കിട്ടാത്ത കാലം കരമുയരുന്നില്ലല്ലോ. അതാ ബൈബിൾ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇറാന് വിശേഷമില്ല. അവൻ നല്ല സ്ഥലം, അവന് കിണറുണ്ട്. ഗൾഫ് രാജ്യത്തിൽ പോയിട്ടിറക്കാൻ കൈയൊന്നും ഉയർത്തണ്ട അച്ചായ, കൈയൊന്നും ഉയർത്തണ്ട. ഗൾഫ് രാജ്യത്തിൽ പോയിട്ടിറക്കാം. കടലിലെ വെള്ളം ഇങ്ങനെ റിസർവോയറിൽ പമ്പ് ചെയ്ത് കിടക്കുക.
നമ്മുടെ അരുവിക്കര ഡാമിലെ വെള്ളം ഇല്ലല്ലോ, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ മുമ്പ് എല്ലാം കൂടെ ഹല്ലേലൂയ ഓശണ്ണ സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തലയെണ്ണി കുപ്പിവെള്ളം കിട്ടും കരമുയർത്തുന്നവർക്കായി. അത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. റേഷൻ കടയിൽ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം കരമുയർത്തുന്നവർക്കായി, മനസ്സിലാകുന്നവർക്കായി. പ്രായം ചെന്ന് അമ്മാമ ഇരിക്കുന്ന, അച്ചായൻ ഇരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് റേഷൻ കടയിൽ കുപ്പിവെള്ളം വിട്ടിട്ടുണ്ട് കാലമുണ്ടോ അച്ചായ? കരമുയരുന്നില്ലല്ലോ. ഇന്ന് അക്വാ ഹില്ലി സർക്കാരിൻ്റെ വെള്ളം വെച്ചിരിക്കുക. ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം പറയാം, കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൈവച്ച് കുപ്പിവെള്ളം മേടിക്കുന്ന കാലം വരാറായി. വെള്ളവും അളവ് പ്രകാരം. ഇറാനിൽ കരിമഴ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ രക്തമഴ. ഇനി അങ്ങനെയെങ്കിൽ ഗ്യാസ് കിട്ടുമോ? വായിക്കാം, അടുത്ത വാക്ക് വായിച്ചോ മോനെ. വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. ഇപ്പൊ തന്നെ പലയിടത്തും ബോർഡ് എഴുതിയിട്ടില്ലയോ? കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് കൺവെൻഷൻ, അവിടെ പൈപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് യേശു വരാൻ കാലമായെന്നല്ല. എന്താ എഴുതിയിരിക്കുന്നത്? വെള്ളം അമൂല്യം തുറക്കരുത്. സന്തോഷമില്ലല്ലോ. മാരായമുട്ടത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴുകുന്ന ടാപ്പ് അവിടെ വെച്ചിരിക്കുക. ആദ്യം ടീച്ചർ വായിക്കുന്നത് വെള്ളം അമൂല്യമാണ്, ടാപ്പ് തുറക്കരുത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതെല്ലാം വരാൻ പോകുന്ന കാലമാണ്. വെള്ളത്തിനും ഗ്യാസിനും വേണ്ടി അടിവരും. ലോകത്തിൽ വെള്ളം കിട്ടാത്തൊരു കാലം വരും കാന്തൻ്റെ വരവിൽ. അടുത്ത വാക്കൂടെ കേട്ടോ. അടുത്തത് വെള്ളവും അളവുപ്രകാരം ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. അങ്ങനെയെങ്കിൽ വായിക്കാം, നേരത്തോട് നേരം നീ അത് കുടിക്കണം. ഇവിടെ എല്ലാവരും ഇത് കേൾക്കണം. കുടിക്കാൻ വെള്ളം കിട്ടിയില്ല അമ്മാമെ, കുളിക്കാൻ അങ്ങനെ വെള്ളം കിട്ടും. ഇതേ പ്രസംഗം കേട്ടിട്ട് ഇന്ന് രാത്രി എഴുന്നേൽക്കാവൂ. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഉപദേശിച്ചവർ 2 പ്രാവശ്യമാണ് കുളിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ. ചേച്ചിമാരാണ് 3 പ്രാവശ്യം കുളിക്കുക, സുന്ദരിമാരാവാം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെയെങ്കിൽ കടയിൽ നിന്ന് കുപ്പിവെള്ളം കിട്ടിയാൽ എങ്ങനെ കുടിക്കും? ഒരു മനുഷ്യന് ദൈവം വെച്ചേക്കുന്ന ചൂട് ബാക്കിയൂടെ കേട്ടോ, 17 ഡിഗ്രി സെൻറ്റിഗ്രേഡിയാണ്. ഇന്നിവിടെ എ സിക്കകത്ത് കിടന്നിട്ട് ഉറക്കമില്ല. 36, 40, ഗൾഫ് രാജ്യത്ത് 50, ബോംബെയിൽ 45, കൊച്ചു കേരളത്തിൽ 38. മനുഷ്യൻ കുഴഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വെയിലത്തിറങ്ങരുത്. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ശരീരത്തിനകത്ത് കുളിക്കാതിരിക്കുമ്പോൾ തൊലിക്കകത്ത് പരിക്കൾ വരും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ MBBS എഴുതിക്കോ, സ്കിൻ ഡിസീസ്. ദാണ്ട തൊലിക്കകത്ത് ഇങ്ങനെ പൊക്കൽ വരും, ചിക്കൻ ബോക്സ് വരുന്ന പോലെ അതിവേദനയാ. അങ്ങനെയെങ്കിൽ ശരീരത്തിനകത്ത് സ്കിൻ ഇൻഫെക്ഷൻ വരും, തൊലി പൊട്ടാൻ തുടങ്ങും ചൂട് കൊണ്ട് വെള്ളം വീഴാതെ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് ഒരു കാര്യമുണ്ട്, ബാക്കി പ്രസംഗിച്ചാൽ നിങ്ങൾ കരഞ്ഞു പോകും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും കരം ഉയർത്തുന്നവർക്കായി. മരണം അവരെ വിട്ടോടിപ്പോകും, മരിപ്പാൻ കൊതിക്കും. രാത്രി നീ മാനസാന്തരപ്പെട്ടോ, സ്തോത്രം. അടുത്ത ഗ്യാസ് കടയെല്ലാം പൂട്ടുവന്നു. ബാക്കിയൂടെ കേട്ടോ, മനുഷ്യൻ അങ്ങനെ ആഹാരം കഴിക്കുമെന്ന്. റബ്ബർ മരമെല്ലാം സൂക്ഷിച്ച് വെച്ചു സന്തോഷമായിട്ട്. ചുള്ളിയൊന്നും കളയണ്ട കുഞ്ഞമാമ, കൊതുമ്പെല്ലാം സൂക്ഷിച്ച് പോയി. സ്വോത്രം. ഇതിപ്പോഴൊന്നും തീരത്തില്ല. കൊതുമ്പൊന്നും ആറ്റി കളയാരി. അടുത്ത വാക്കൂടെ വായിരു മോനെ, ഗ്യാസ് എല്ലാം തീരുമെന്ന്. ഇന്ന് രാത്രി പ്രസംഗം കേട്ട് മനസ്സന്തരപ്പെട്ടു. അടുത്ത വാക്ക് വേഗത്തിൽ വായിച്ചാട്ടെ. നീ അത് യവദോശ പോലെ തിന്നണം. ദാണ്ടേ 40 ദിവസം കഴിഞ്ഞ് അപ്പച്ചൻ്റെ മുമ്പിൽ കഞ്ഞി കൊണ്ട് കൊടുത്താൽ ഇത് പച്ചരിക്കഞ്ഞോ പൊടിയരിക്കഞ്ഞോ എന്നറിയത്തില്ല, ഒറ്റയടിക്ക് കാച്ചും. മനസ്സിലാക്കുന്ന പോലെ കിട്ടാതിരിക്കുമ്പോൾ എല്ലാം അവന് യവദോശ പോലെ തിന്നണം. അന്ന് റേഷൻ കടയിൽ നാട്ടിയ കവറ്, ഇന്നത്തെ ചപ്പാത്തി മാവ്, ഇതെല്ലാം കിട്ടിയാൽ എങ്ങനെ തരും? ഖത്തറിന്ന് ഗ്യാസ് വരത്തില്ല. ഇതാ ഇന്നത്തെ ഗ്യാസിന്റെ വിഷയം. എല്ലാവരും കേട്ടോണം. അടുത്ത ഭാഗം വായിരുമോനെ. അവർ കാണുകെ നീ മാനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടണം. ദാ കിടക്കുന്ന മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ച് ചുടണം. യുദ്ധം തുടങ്ങിയിട്ട് 13 വർഷം ആയതേ ഉള്ളൂ. 77, 18, 155 ഗ്യാസിൻ്റെ നമ്പർ കട്ടായി. ജോസഫ് പാസ്റ്റർ സന്തോഷമില്ലല്ലോ. ഗ്യാസിന് ബുക്ക് ചെയ്താൽ കൂ 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 സ്വോത്രം, അത് കട്ടാക്കി സ്വോത്രം. ഇനി നിങ്ങൾ ഏജൻസി പോകണം. ഈ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇതെല്ലാം ബൈബിളിലുണ്ട്. എന്താ കാര്യം? കുവൈറ്റിനെ സദാം ഹുസൈൻ ആക്രമിച്ചപ്പോൾ ആദ്യം തീയിട്ടത് എണ്ണപ്പാടത്തിനകത്താണ്. ഇപ്പം തന്നെ ദാണ്ട ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ 12 ദിവസമായതേ ഉള്ളൂ. കേരളത്തിൽ ഒരു ദിവസം വരുന്നത് 2.5 ലക്ഷം സിലിണ്ടറാണ് കേരളത്തിൽ വിൽക്കുന്നത്. അത് കുവൈറ്റിൽ നിന്നല്ല വരുന്ന, ഖത്തറിൽ നിന്നായി ഗ്യാസ് വരുന്നത്. 4 ഷിപ്പ് എവിടെ കിടക്കുക? ഹോർമൂസ് കടലിടുക്കി. അത് വന്നെങ്കിൽ മാത്രമേ പാരിപ്പള്ളി, ഞങ്ങളുടെ തൊട്ടടുത്ത ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ, കണ്ടെയ്നർ കാലിയായിട്ട് കിടപ്പുണ്ട്. യോഗം കഴിഞ്ഞ് കസേര കിടക്കുന്ന പോലെ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതിൻ്റെ തൊട്ടടുത്ത് പാരിപ്പള്ളിയിൽ നിന്ന് കണ്ടെയ്നറാ. നിങ്ങളുടെ ഇവിടെ എല്ലാം ഗ്യാസിനകത്ത് എറണാകുളത്ത് ഷിപ്പിൽ നിന്ന് വരുന്ന സംഭവം പാരിപ്പള്ളി എഴിപ്പുറത്ത് കിലോമീറ്റർ കണക്കിന് ഗ്യാസ് പ്ലാന്റ്. അവിടെ കൊണ്ടുവന്ന് പമ്പ് ചെയ്യും. അതിൽ നിന്നാണ് ഗ്യാസ് അടിക്കുന്നത്. പയ്യൻ എൻ്റെ സുഹൃത്ത് ബിനോയ്, അവനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, പാസ്റ്ററേ എല്ലാ കണ്ടെയ്നറും കാലി, കസേര കിടക്കുന്ന പോലെ കണ്ടെയ്നർ ഇവിടെ കിടപ്പുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. അടിച്ചു വച്ചേക്കുന്നതാ കൊടുക്കുന്നതെന്ന്. ഖത്തറിൽ നിന്ന് വരുന്ന ഷിപ്പ് ഇവിടെ വന്നിട്ടില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അരി കിട്ടും അമ്മാമ്മേ, പലവ്ഞനം കിട്ടും, കൂമ്പ് കിട്ടും, അല്ലെ പാവയ്ക്ക കിട്ടും, പച്ചക്കറി കിട്ടും. എങ്ങനെ വേവിക്കും? ബൈബിൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ
കണ്ടോ നോഗയുടെ കാലത്ത് എന്തുവാ 40 ദിവസം മഴ പെയ്ത്. നിങ്ങളുടെ ഈ ബിജു ബ്രദറൊക്കെ നല്ല സ്ഥലത്താവും. 40 ദിവസം മഴ പെയ്താൽ ഈ റബ്ബറിനകത്ത് കവരയും കാണത്തില്ല, പട്ടയും കാണത്തില്ല, ഇങ്ങനെ ദ്രവിച്ചങ്ങ് വീഴും. സ്വോത്രം. 4 വർഷം മഴ പെയ്തിട്ട് ഇപ്പോൾ വെള്ളറുടെ ഇലയിലെല്ലാം പൊഴിഞ്ഞു പോയി. സന്തോഷമില്ലല്ലോ. അപ്പം 40 വർഷം മഴ പെയ്താൽ കമ്പും കാണത്തില്ല, ചുള്ളിയും കാണത്തില്ല. 40 ദിവസം തെങ്ങിൻ്റെ മണ്ടയിൽ മഴ വീണാൽ കൂമ്പ് സഹിതം താഴേക്ക് പോകും, മണ്ട അങ്ങ് തീരും. സ്വോത്രം. വിറവ് കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വിറവ് കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ ഗ്യാസിൻ്റെ കണ്ടെയ്നറുകൾ വരത്തില്ല. അതിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്തോ കൊണ്ട് പാചകം ചെയ്യും. മനസ്സിലാകുന്നവർക്കായി മനുഷ്യൻ്റെ മലം വെയിലത്ത് ഉണക്കിയിട്ട് ചീനിച്ചട്ടി വച്ച് അതിനകത്ത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തി അല്ലെങ്കിൽ കവർമാവ് പച്ചരിയിട്ട് വേവിക്കുന്ന ഒരു കാലം ഇവിടെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? കരം ഉയർത്തുന്നവർക്കായി. സിറ്റി പോയവരൊക്കെ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് ചേച്ചി ചേട്ടനോട് പറഞ്ഞു, അയ്യോ പെരുങ്കടവിളയെങ്ങ് നിൽക്കണ്ട, കീഴാറൂർ നിൽക്കണ്ട, നമുക്ക് കോൺഫിഡൻറ്റിൽ ശ്രീധന്യയിൽ കയറാം. സന്തോഷമില്ലല്ലോ. പെരുങ്കടവിള വീട്ടുമുട്ട് 55 ലൂട്ടയ്ക്ക് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് 4-5 വീട് മേടിച്ച് ഇപ്പോൾ അരി മേടിച്ചാൽ പലോഞ്ഞണം സൂപ്പർ മാർക്കറ്റ് കിട്ടും. എവിടിട്ട് തീ പറ്റിക്കും? സ്വോത്രം. വിറകില്ല. സന്തോഷമില്ലല്ലോ. അവിടെ മരക്കൊമ്പില്ല. അത് കഴിഞ്ഞിട്ട് ചൂട്ടുകെട്ടില്ല, ഗ്യാസ് ഒട്ടില്ല താനും. ആറ്റുകാല് പൊങ്കാലയ്ക്ക് തീ കൂട്ടുന്ന പോലെ സിറ്റിയിലെല്ലാവരും തീ കൂട്ടാറായി. കരം ഉയർത്തുന്നവർക്ക് സ്വോത്രം. ഇന്ന് ഏറ്റവും വലിയ ബിവറേജസിലല്ല. ഞാൻ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു പയ്യ ഒരു പടം ഇട്ടേക്കുന്നു. എന്നിട്ട് പറയാം കല്ല് മേടിക്കാനല്ല ഗ്യാസ് ബുക്ക് ചെയ്യാനാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കർത്താവിൻ്റെ വരവ് അടുത്തു പോയില്ലേ അമ്മാമേ? ഇതാ ഞങ്ങളുടെ ബൈബിൾ. അന്ന് ഗ്യാസും കിട്ടത്തില്ല, വെള്ളവും കിട്ടത്തില്ല. അങ്ങനൊരു കാലം ഇവിടെ വരാറായി. അതുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഒരു രാത്രി കൂടി, നാളെയും മറ്റന്നാൾ ഇവിടെ യോഗം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. വചനം അവസാനിപ്പിക്കാറായി. അടുത്ത ദിവസങ്ങൾ വീണ്ടും നമുക്ക് ഇവിടെ പെരുങ്കടവിളക്കകത്ത് കാണാൻ വരും. ഈ ദിവസത്തെ ഓർത്ത് എൻ്റെ നാഥൻ എന്ത് പറഞ്ഞു? അവസാന വാക്ക് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്ക്. ഇതെല്ലാം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ നാഥൻ പറഞ്ഞ ഒരു വാക്ക് വായിക്കാം. യോഹന്നാൻ 9:4. കുഞ്ഞു വായിച്ചാട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലർ പറയും ഉപദേശിമാരുടെ ജോലിയാ, പാസ്റ്റർമാരുടെ ജോലിയാ സുവിശേഷം. നിങ്ങളെല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്ന ശുശ്രൂഷകരായിട്ടാണ്, ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. അമ്മാമ്മ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതല്ല സുവിശേഷം, അല്ലെ പാടുന്നതല്ല സുവിശേഷം. ഇതെല്ലാം ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ സഭയെ പ്രസംഗിക്കുന്നതല്ല. ഏതെങ്കിലും കവലയിലെങ്കിലും നിന്ന് യേശു എൻ്റെ രക്ഷകൻ. കരമുയർത്തുന്നവർക്ക് ഇതാ സുവിശേഷം. ഇന്ന് രാത്രി 2026 അച്ചായ അമ്മാമ്മ ഒരു കാര്യം പറയാം, ഒരു കോസും പറയണ്ട. എന്താ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുക. അതാകുന്നു സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാര്, അച്ചായന്മാര്, നാട്ടുകാര്, കുഞ്ഞുങ്ങളെ, മോനെ ഈ വർഷം ഒരിക്കലെങ്കിലും ഒരു വ്യക്തിയോട് പറയണം, യേശു അപ്പച്ചന എന്നെ ഇതുവരെ നടത്തിയത്. കരമുയർത്തുന്നവർക്കായി എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യും. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ യേശുനാഥൻ പറഞ്ഞു. വായിക്കാം. അടുത്ത വാക്കൂടെ വായിച്ചോ മോനെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയരുന്നില്ലല്ലോ. പണ്ട് ഇത് പറഞ്ഞാൽ കേൾക്കോ? പേപ്പർ മാത്രം വായിച്ചാൽ മതി. പണ്ട് ഈ നെയ്യാറ്റിൻകരക്കകത്ത് തിരുവുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 2013 തോന്നുന്നു CSIയുടെ കൺവെൻഷൻ പോയി, തിരുവുറ CSI. അന്ന് ഞാൻ മത്തായി 24 പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് 2-ാമത്തെ ദിവസം അധ്യക്ഷം വഹിച്ചോ പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് പിടി കിട്ടിയില്ലായിരുന്നു, കർത്താവ് വരുമെന്ന്. ഒരു പ്രസംഗം കേട്ട് അപ്പോൾ പിടി കിട്ടി വരുമെന്ന്. സ്വത്രം. തിരുവുറ CSI എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ടം പറയും പാസ്റ്റർ പേടിപ്പിക്കുകയെന്ന്. ഗ്യാസിന് ക്യൂവായി കരിമഴ പെയ്തു തുടങ്ങി, രാജ്യത്തോട് എതിർത്ത് തുടങ്ങി. ഇതെല്ലാം അന്ത്യകാല സംഭവം. അതുകൊണ്ട് എൻ്റെ നാഥൻ പറഞ്ഞു, മാമേ നിങ്ങളിതെല്ലാം കാണണം. പറയുമ്പോൾ വിചാരിക്കും ഉപദേശി തമാശ പറയുന്നത്. കുപ്പിവെള്ളത്തിന് ക്യൂ നിൽക്കുന്ന കാലം ഇവിടെ വരാറായി. ഗ്യാസിന് ക്യൂ നിന്നോലെ നിൽക്കാൻ പോവുക. സ്വോത്രം. അടുത്ത വർഷം നിങ്ങൾ ഗ്യാസിൻ്റെ ഇവിടെ എല്ലാം നോക്കിക്കോണം. എല്ലാം ക്യൂ നിൽക്കുക, ആൾക്കാർ കരയുക. അവസാനം സിലിണ്ടറൊക്കെ പുറത്ത് വെച്ചുകൊണ്ട് വല്ല പിന്നെ കർത്താവിനെ കുറ്റം പറയും. ഇതെല്ലാം പൂട്ടി അകത്ത് വെച്ചോണം. സ്വോത്രം. വല്ലവനും അടിച്ചുകൊണ്ട് പോകും. സ്വോത്രം. എന്നിട്ട് കർത്താവിനെ കുറ്റം പറയും. സ്വോത്രം. ഇതൊരു വല്ലാത്ത കാലം. യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ആ രാത്രി ഇവിടെ വരുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ
ഈ തലമുറയിൽ പ്രിയന്റെ വരവിൽ എടുക്കപ്പെടും. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ വരാറ്. രാത്രി അവസാനിക്കാൻ പോന്നു. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാൽവറിയുടെ പ്രത്യേകത എന്താ? 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ പരമയാഗമായി. അതിൽ ഒരു മേലെഴുത്തുണ്ടായിരുന്നു. കേട്ടോ, ആ മേലെഴുത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്? യഹൂദന്മാരുടെ രാജാവ് ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു. അവനോട് പറഞ്ഞു, നീ രാജാവെങ്കിൽ ആദ്യം താഴെ ഇറങ്ങും, പിന്നെ ഞങ്ങളെ ഇറക്കും. ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ കം ഡൗൺ ആഫ്റ്റർ വി ആർ കമ്മിങ്. നീ ഇറങ്ങും, ഞങ്ങളെ ഇറക്കണം. അപ്പം മറ്റേ കള്ളൻ യവന് ഞാൻ അലർന്നുകൊണ്ട് അവൻ്റെ മുഖത്തോട്ട് നോക്കി. എന്താ നീ സംസാരിക്കുന്നത്? 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. ഇവനിൽ യാതൊരു കുറ്റവുമില്ല. നമ്മൾ നെയ്യാറ്റിൻകര, പിട്ടാപ്പള്ളി, മൈജി, ഓക്സിജൻ എല്ലാം കുത്തി തുറന്നിട്ട് അവിടെ കിടക്കുന്ന സ്വോത്രം. ആ സമയത്ത് കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഇതാ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് മൈലച്ചലിനോട് പറയാനുള്ളത് ഒന്നാ, നോക്കാൻ പറ്റിയ ഏകമുഖം കാൽവറിയ. കരമുയർത്തുന്നവർക്കായി. കള്ളൻ ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ല. കള്ളന് പിടികിട്ടി ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി വരും. പ്രാണൻ വിടുന്നതിന് വിട്ട് കള്ളൻ പറഞ്ഞു, അയ്യോ യേശുവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണമേ. യേശു പറഞ്ഞില്ല അടുത്ത വർഷം കുമ്മനാട് കൺവെൻഷനിലെന്ന്. ഞങ്ങളുടെ ഇടയ്ക്ക് പിന്നെ കാണാന്നല്ല. യേശു പറഞ്ഞു, കുഞ്ഞെ, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. രാത്രി ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. ബാക്കി നാളെ ഇവിടെ മുടങ്ങും, അടുത്ത ദിവസങ്ങളിലും. അവൻ്റെ കള്ളൻ്റെ കുടുംബം നോക്കിയില്ല, നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല, ആരും കൂടെ പോലീസ് സ്റ്റേഷൻ കേസുണ്ടോയെന്ന് നോക്കിയില്ല, കാട്ടാക്കട കോടതിയിൽ നിന്ന് വിധിയുണ്ടെന്ന് നോക്കിയില്ല. ഏറ്റുപറഞ്ഞ് അനുദപിച്ചവനെ മാറോട് ചേർക്കുന്ന ക്രൂശിൻ്റെ സ്നേഹം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. നാട്ടുകാരെ, വീട്ടുകാരെ, ഇന്ന് രാത്രി എവിടെങ്കിലും വരുന്ന ഞാനൊരു പാപിയാണ്, ഞാനൊരു മദ്യപാനിയാണ്, ജീവിതം തകർന്ന വ്യക്തിയാണ്. ആ കാൽവറിയിലെ സ്നേഹം കൊണ്ട് എന്നെ ഒന്ന് മാറോട് ചേർക്കണം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ അത് ദൈവശക്തി. രാത്രി അവസാനിക്കുന്നു. ഇത്രയും വചനം കേട്ട് ഇതുവരെ ഹൃദയം കഠിനമാക്കി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ കാൽവറിയിലെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരു രാത്രി നിങ്ങളോട് ബോധിപ്പിക്കുന്നു. ഒറ്റ കാര്യം സഹോദരിമാർക്ക്, ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരിലൊരു അച്ഛനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ പറയും, ഷാജി തോമസ് അച്ഛൻ. അദ്ദേഹം 2024 എവിടെ പോയെന്നറിയാമോ? കുവൈറ്റിൽ പോയി. 4 ദിവസത്തെ മർത്തോമയുടെ കൺവെൻഷൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അച്ഛൻ പള്ളിയോട് ചേർന്ന് മിഷൻ വീട്ടിൽ ഉച്ചയ്ക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കും, ബാക്കി പള്ളിയിൽ നിന്ന്. 3 ദിവസം പ്രസംഗം കഴിഞ്ഞു. എല്ലാ സഹോദരങ്ങളും കേൾക്കണം എന്താ സംഭവിച്ചത്. 3-ാം ദിവസം വൈകിട്ട് ശനിയാഴ്ച ഒരു ചെറുപ്പക്കാരിയും വന്ന്, അച്ഛാ ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരും. അയ്യോ ഞാൻ ഏറ്റുപോയി, ഇന്ന് രാത്രി ഞായറാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് പോവുക. അച്ഛൻ പറഞ്ഞ് 4:30 മണിക്ക് ആരെങ്കിലും വന്നാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. ചെറുപ്പക്കാരി, ഒരാൺകുഞ്ഞ് 4 വയസ്സ്. ചേച്ചിമാരെല്ലാം കേൾക്കണം. അച്ഛൻ ആ വീട്ടിൽ ചെന്ന ഒരു ചെറിയ വീട്, സിനി എന്ന പേര്, പള്ളി, പാട്ട് പാടുന്ന പെൺകുട്ടി, ചെറുപ്പക്കാരൻ, ആ പയ്യൻ്റെ പേര് ഓർമ്മയില്ല, ഒരാൺകുഞ്ഞ്. ഇതെല്ലാം കൊടുത്ത് ചായ കൊടുത്തു. പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ആ പെൺകുട്ടി ഒരു CD കൊടുത്ത്. കേൾക്കണം, അവളൊരു കിടക്കുന്ന മൈക്ക് പിടിക്കുന്ന ഫോട്ടോ. അച്ഛൻ നോക്കി, അതിൻ്റെ പേര് നാദാ നീ തന്ന സൗഖ്യം. അച്ഛനൊരു ആവേശമായി ചോദിച്ചു, എന്താ കുഞ്ഞേ ഇത്? അവൾ പറഞ്ഞു, അച്ഛാ ഇതൊരു ഭയങ്കര ചരിത്രമാണ്. 3 വർഷം പിറകിൽ എൻ്റെ നാവിന് ക്യാൻസർ ആയിരുന്നു. കുവൈറ്റിലെ എല്ലാ ആശുപത്രികളും പറഞ്ഞു ഇവിടുന്ന് രക്ഷയില്ല. തിരുവനന്തപുരത്ത് ആരെയോ സമീപിച്ചു. രാത്രി 8 മണിക്ക് പ്ലെയിൻ കയറി, 12:30 തിരുവനന്തപുരത്തെത്തി. 1:30 അവർ ലോഡ്ജ് എടുത്ത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ. രാവിലെ 7:30 RCCയിൽ OPയിൽ ചെന്നു. പ്ലാസ്റ്റിക് കാർഡ് ഉണ്ടാക്കി ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ മുമ്പിൽ ലേഡി ഡോക്ടർ ഈ റിപ്പോർട്ടെല്ലാം വായിച്ചു. ലേഡി ഡോക്ടർ വായിച്ചിട്ട് പറഞ്ഞു, സെനിയോട് പറഞ്ഞു, ഈ പെൺകുട്ടി 34 പറഞ്ഞു, ഒരു പോംവഴിയുണ്ട്, നാവ് മുറിച്ചാൽ നിനക്ക് ജീവിക്കാം. മനസ്സിലാകുന്നവർക്കായി. ആ പെങ്കൊച്ചിട്ട് ഞെട്ടിപ്പോയി. 34 പള്ളിയിൽ പാടുന്നത്. അവർ പറഞ്ഞു, ഇന്ന് സമയം കഴിഞ്ഞു, നാളെ ഫാസ്റ്റിങ്ങിൽ വരണം, ബയോപ്സി, സ്കാൻ, ബ്ലഡ് കൗണ്ട്, പൈസ അടച്ചോളാൻ പറഞ്ഞു. അവൾ പോയി. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂമിലിരുന്ന് ഭർത്താവിൻ്റെ കരം കൊടുത്ത് പ്രാർത്ഥിച്ചു. പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞോളൂ, കർത്താവേ, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കൃപ തരണം, പള്ളിയിൽ പാടാനുള്ള കൃപ എനിക്കൊരവസരം കൂടെ തരണം. പിറ്റേന്ന് അവൾ പോയി ടെസ്റ്റ് എടുത്തു. ഡോക്ടർ പറഞ്ഞ് എങ്ങും പോകരുത്, 8 ദിവസം കഴിയുമ്പോൾ ബയോപ്സി വരും. അവളോട് പറഞ്ഞ് ചിലപ്പോൾ പനി വരാൻ സാധ്യത, ഇവിടെ താമസിക്കണം. അവരവിടെ താമസിച്ചു, പ്രാർത്ഥിച്ചു. 8-ാം ദിവസം വലിയ OPRCCയിൽ ആദ്യം ചെന്ന് കാർഡ് കൊടുത്തപ്പോൾ പ്രിൻ്റ് എടുത്തു. അക്ഷയയിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ എടുത്തു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വല്ലാത്ത സന്തോഷം. അകത്തിയെല്ലാം പറഞ്ഞു, മെയിൻ ഡോക്ടർ
പറയുന്നത്. അകത്ത് ചെന്ന് റിപ്പോർട്ട് ഡോക്ടർ നോക്കി ഇവരോട് ഇരിക്കാൻ പറഞ്ഞു. അവരൊരു കാര്യം പറഞ്ഞു, ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്, തൽക്കാലം നാവ് മുറിക്കേണ്ട ആവശ്യമില്ല, രോഗം മാറിയില്ല. മൈലച്ചൽ കേട്ടാട്ടെ, അവൾ 2 വർഷം പോയി വന്നും കീമോതെറാപ്പി റേഡിയേഷൻ എടുത്തു, നാക്ക് മുറിച്ചില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. അവൾ ആ നാവ് കൊണ്ട് എഴുതിയ പാട്ട നാദ നീ തന്ന സൗഖ്യം 10 പാട്ട് ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നാഥന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്ക്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി തുറക്കുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസ്തരയുടെ അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കാറായി, അതിനു മുമ്പ് നാഥൻ വരും. ആറ്റം പൊട്ടാറായി, അതിനു മുമ്പ് കാന്തന്റെ കാഹളം. ഇവിടെ രക്തമഴ പെയ്യാറായി, ആ രക്തമഴ ഇവിടെ ആരംഭിക്കുന്നതിന് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു, 1 വൈമൻ സ്കെയിൽ GSTയുമായി. അവൻ ഈ ഭരണത്തിന്റെ കോലുമായി ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. വലത് കരം ഉയർത്തിപ്പിടിക്കാം, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ട് ഇന്ന് രാത്രി യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു, യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. മൈലക്കൽ ചിറക്കലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.